സൊല്യൂഷൻസ്. ഇന്നലെ വരാത്തവരെന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇന്നലെ വരാത്തവര് അതൊന്ന് എണീറ്റുന്നു, ഇഷ്ടം എണീറ്റുന്നു. ഇന്നലെ വരാത്തവരുണ്ടാ കാര്യമില്ല. എൻ്റെ പേരുള്ളൂ അനയുടെ ഇരുന്നു. അവളുടെ പേരെന്താ പറഞ്ഞ? നിരഞ്ജന ആയിരുന്നു. നിരഞ്ജന പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ 5 പേര് വെച്ചിരിക്കുന്ന 5 പേര് വെച്ചു. ഫസ്റ്റ് സൈഡ് കൊടുത്ത് അവളോട് ഇരുന്നോട്ടെ. ഇങ്ങോട്ട് ഇരുന്നല്ല ഇവിടെ സ്ഥലമുണ്ടല്ലോ. ഭദ്രയുടെ ഇരിക്കുന്ന ഭദ്രയുടെ പേര് കറക്റ്റ് അനന്തഭദ്ര. ദീപയുടെ അടുത്തേക്ക് ഇരുന്നായിരുന്നു. അലിന്റെ ഫ്രണ്ടിലേക്ക് ഇരുന്നു. ശ്രദ്ധിക്കുക. സൊല്യൂഷൻസ് നോക്കാം. ഹെഡിങ് എഴുതി വെച്ച് സൊല്യൂഷൻസ്. വളരെ സിമ്പിൾ ആണ് അല്ലേ? കാര്യങ്ങൾ നോക്കാം. സൈലന്റ് ആയിട്ട് ഇരിക്കുക കേട്ടോ ദയവായിട്ട്. സൊല്യൂഷൻസ് എന്താണ്? സൊല്യൂഷൻസ് ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മള് കുറച്ച് എന്തെടുക്കുകയാണെന്ന് കരുതുക, പഞ്ചസാര വെള്ളം എടുക്കുകയാണെന്ന് കരുതുക. കുറച്ച് പഞ്ചസാര വെള്ളം എടുക്കുകയാണെങ്കിൽ അത് എന്താണ്? സൊല്യൂഷൻ ആണ്. അതില് എത്ര കമ്പോണൻസ് ആണ് ഉള്ളത്? 2 കമ്പോണൻസ് ആണ് ഉള്ളത് അല്ലെ? ഏതൊക്കെയാണ്? ഒന്ന് അതില് പഞ്ചസാര ഉണ്ട്, പിന്നെ അതിലെന്തുണ്ട്? വെള്ളം ഉണ്ട്. അപ്പൊ പഞ്ചസാരയും വെള്ളവും ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു? പഞ്ചസാര വെള്ളമായിട്ട് മാറുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ പഞ്ചസാരയും വെള്ളമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര ഷുഗർ വാട്ടർ കിട്ടും. ഷുഗർ വാട്ടറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. എന്താണ്? ഷുഗർ വാട്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സൊല്യൂഷൻസ്. അതിൽ ഷുഗർ എന്ന് പറയുന്നത് കുറവുള്ള ക്വാണ്ടിറ്റി അല്ലെ? ശരിക്ക് വേറൊരു കൺസെപ്റ്റ് ആണെന്ന് പറയാൻ ഞാൻ. ലെസർ ക്വാണ്ടിറ്റി അല്ലെ? ലെസർ ക്വാണ്ടിറ്റി ആണ് ആര്? ഷുഗർ. ലെസർ ക്വാണ്ടിറ്റി ആണ് ആര്? ഷുഗർ. ലാർജർ ക്വാണ്ടിറ്റി ആണ് ആര്? വാട്ടർ. അപ്പൊ ലെസർ ക്വാണ്ടിറ്റി ഷുഗർ, ലാർജർ ക്വാണ്ടിറ്റി എന്താണ്? വാട്ടർ. ഇങ്ങനെ 2 പോയിന്റുകളാണ് നമുക്ക് അവിടെ വരുന്നത്. ലെസർ ക്വാണ്ടിറ്റി ഷുഗർ, ലാർജർ ക്വാണ്ടിറ്റി വാട്ടർ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ലെസർ ക്വാണ്ടിറ്റി ഉള്ള ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സൊല്യൂട്ട്. ലെസർ ക്വാണ്ടിറ്റി ഉള്ള ആളെ വിളിക്കുന്ന പേരാണ് എന്ത്? സൊല്യൂട്ട്. ഓക്കെ. ലെസർ ക്വാണ്ടിറ്റി ഉള്ള ആളെ വിളിക്കുന്ന പേരാണ് എന്ത്? സൊല്യൂട്ട്. ലാർജർ ക്വാണ്ടിറ്റി ഉള്ള ആളെ വിളിക്കുന്ന പേരാണ് എന്ത്? സോൾവെന്റ്. ഓക്കെ. അപ്പൊ ലെസർ ക്വാണ്ടിറ്റി ഉള്ളത് സൊല്യൂട്ട്, ലാർജർ ക്വാണ്ടിറ്റി ഉള്ളത് എന്താണ്? സോൾവെന്റ്. അങ്ങനെ 2 വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ സൊല്യൂഷൻസിലുള്ള കമ്പോണന്റുകളാണ് ഏത്? സൊല്യൂട്ടും അതുപോലെ എന്താണ്? സോൾവെന്റും. ഏതൊക്കെയാണ്? സൊല്യൂട്ടും അതുപോലെ എന്താണ്? സോൾവെന്റും. 2 കമ്പോണന്റുകളാണ്. ലെസർ ക്വാണ്ടിറ്റി ഉള്ള ഐറ്റത്തിനെയാണ് എന്ന് വിളിക്കുന്നത് സൊല്യൂട്ട് എന്ന് വിളിക്കുന്നത്. ലാർജർ ക്വാണ്ടിറ്റി ഉള്ള ഐറ്റത്തിനെയാണ് എന്ന് വിളിക്കുന്നത് സോൾവെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സൊല്യൂട്ടും സോൾവെന്റും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സൊല്യൂഷൻ ഉണ്ടാവുകയാണ്. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതിന് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ, ആരാണ് സോൾവെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഏതാണോ അതിനോട് മാച്ച് ആവുന്ന ഫിസിക്കൽ സ്റ്റേറ്റ് ഏത് കമ്പോണന്റിനാണോ വരുന്നത് അതിനെയാണ് എന്ന് പറയുന്നത്? സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോൾവെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. അത് മൈൻഡിൽ വെച്ചാൽ മതി. ഉദാഹരണത്തിന് ഷുഗർ വാട്ടറിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണ്? പഞ്ചസാര വെള്ളത്തിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താ? സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ? ലിക്വിഡ് ആണ് അല്ലെ? പഞ്ചസാര വെള്ളത്തിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ലിക്വിഡ് ആണ്. പഞ്ചസാരയുടെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താ? നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പുറത്ത് പറ, സോളിഡ് ആണ്. പിന്നെ വാട്ടറിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താ? വാട്ടറിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താ? ലിക്വിഡ് ആണ്. അപ്പോ 2 കമ്പോണന്റുകളാണ് ഉള്ളത് അല്ലെ? എ എന്ന് പറയുന്ന കമ്പോണന്റ്, ബി എന്ന് പറയുന്ന കമ്പോണന്റ്. ഇതിൽ ഏത് കമ്പോണന്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് ഷുഗർ വാട്ടറിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ആയിട്ട് മാച്ച് ആവുന്നത്? ഏത് കമ്പോണന്റിന്റെ? ഷുഗറിന്റെ ആണോ വാട്ടറിന്റെ ആണോ? ഷുഗർ വാട്ടറിന്റെ ഫിസിക്കൽ കമ്പോണന്റ് ആയിട്ട് മാച്ച് ആവുന്നത് വാട്ടറിന്റെ. അപ്പൊ വാട്ടർ ആണ് ആര്? സോൾവെന്റ്. ഇനിയിപ്പോ ഷുഗറിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ആയിട്ട് മാച്ച് ആവുന്നെങ്കിൽ ഷുഗർ ആണ് എന്ത്? സോൾവെന്റ്. അങ്ങനെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ അങ്ങനെയാണ്. പക്ഷെ നമുക്ക് പഠിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. കുറവുള്ള ക്വാണ്ടിറ്റി ആണ് എന്ത്? സൊല്യൂട്ട്. കൂടുതലുള്ള ക്വാണ്ടിറ്റി ആണ് എന്ത്? സോൾവെന്റ്. ലെസർ ക്വാണ്ടിറ്റി ഈസ് സൊല്യൂട്ട്, ലാർജർ ക്വാണ്ടിറ്റി ഈസ് സോൾവെന്റ്. പിന്നെ ഏത് കമ്പോണന്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ആണോ സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ആയിട്ട് മാച്ച് ആവുന്നത്
ആ കമ്പോണന്റ് ആണ് ആ സൊല്യൂഷനിലെ ആര് സോൾവെന്റ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ ഭാഷ സ്റ്റേറ്റ്മെന്റ്. സൊല്യൂഷനിലത്തെ കമ്പോണന്റുകളിൽ ഏത് കമ്പോണന്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ആണോ സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ആയിട്ട് മാച്ച് ആവുന്നത് ആ കമ്പോണന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് സോളിഡ് അല്ലെ എന്താണ് സോൾവെന്റ്. ഓക്കെ, അങ്ങനെ ഒരു ഡെഫിനേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ബുക്ക് എടുക്കുക, ബുക്കിൽ നോട്ട് കൈയോടെ എഴുതി പോക്കോ. ബുക്കിൽ എഴുതുക സൊല്യൂഷൻസ് ഈക്വൽ ടു എന്താണ് സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ്. ബുക്ക് കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം കേട്ടോ. സൊല്യൂഷൻസ് തൊട്ട് താഴെ എഴുതുക എന്താണ് സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ്. സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ്. അപ്പൊ സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് ആണ് എന്ത് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ്. ഇനി പലതരത്തിലുള്ള സൊല്യൂട്ടിന്റെയും ഒന്ന് രണ്ട് കാര്യങ്ങളോട് എഴുതാണ്ട് ലെസർ ക്വാണ്ടിറ്റി അല്ലെ. ലെസർ ക്വാണ്ടിറ്റി ഉള്ളത് എന്താണ് ദ കമ്പോണന്റ് വിച്ച് ഹാസ് ലെസർ ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ് ആരാണ് സൊല്യൂട്ട്. എഴുതാം ദ കമ്പോണന്റ് which has smaller quantity is called solute. The component which has smaller quantity is called solute and larger quantity is called solvent. Smaller quantity is called solute, larger quantity is called solvent. അപ്പോൾ രണ്ട് എന്താണ് കമ്പോണൻസ് ആണ് വരുന്നത് അല്ലെ. അങ്ങനെ ആകെ രണ്ട് കമ്പോണൻസ് മാത്രമാണ് ഒരു സൊല്യൂഷൻസിൽ ഉള്ളതെങ്കിൽ അത്തരത്തിലുള്ള സൊല്യൂഷൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈനറി സൊല്യൂഷൻസ് എന്ന് പറയും. എന്താണ് ബൈനറി സൊല്യൂഷൻസ്. അപ്പൊ ബൈനറി സൊല്യൂഷൻസിൽ ആകെ എത്ര കമ്പോണൻസേ ഉള്ളൂ? ആകെ രണ്ട് കമ്പോണൻസേ ഉള്ളൂ. ഏതൊക്കെയാണ് രണ്ട് കമ്പോണൻസ്? ഒന്ന് സോൾവെന്റ്, ഒന്ന് സൊല്യൂട്ട്. വേറെ കമ്പോണൻസ് ഒന്നും അവിടെ ഉണ്ടാവില്ല. രണ്ട് കമ്പോണൻസ് അവിടെ ആകെ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ തൊട്ട് താഴെന്ന് എഴുതാം സൊല്യൂഷൻസ് വിച്ച് കണ്ടെയ്ൻ ഓൺലി ടു കമ്പോണൻസ്. Solutions which contain only two components. Solutions which contain only two components is called എന്താണ് binary solutions. Is called binary solutions. Larger quantity ഉള്ളത് എഴുതിയോ നമ്മള്? ലാർജർ ക്വാണ്ടിറ്റി എഴുതിയോ? ഇല്ല, അതുകൊണ്ടൊന്ന് മാർക്ക് ചെയ്യണമായിരുന്നു. എഴുതി. ലാർജർ ക്വാണ്ടിറ്റി ഉള്ളതാണ് എന്ത് സോൾവെന്റ്. സ്മോളർ ക്വാണ്ടിറ്റി ഉള്ളതാണ് എന്ത് സൊല്യൂട്ട്. ലാർജർ ക്വാണ്ടിറ്റി ഉള്ളതാണ് എന്ത് സോൾവെന്റ്. ഓക്കെ, എന്താണ് നേരം വൈകണേ? ഓക്കെ, അപ്പോ അങ്ങനെയാണ് എന്ത് വരുന്നത് കമ്പോണൻസ് വരുന്നത്. അപ്പൊ സൊല്യൂഷൻസ് ഈക്വൽ ടു സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ്. സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ഷുഗർ വാട്ടർ എടുക്കാം, പഞ്ചസാര വെള്ളം അല്ലെ. സൊല്യൂട്ട് എന്ന് പറയുന്നത് അതിൽ എന്താണ് ഷുഗർ, സോൾവെന്റ് എന്ന് പറയുന്നത് എന്താണ് വാട്ടർ. അപ്പൊ ഷുഗർ എന്ന് പറയുന്നതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് സോളിഡ് ആണ്, വാട്ടർ എന്ന് പറയുന്നതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ലിക്വിഡ് ആണ്. ഏത് കമ്പോണന്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ആയിട്ടാണ് മാച്ച് ആവുന്നത്? വാട്ടറിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ആയിട്ടാണ് സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് മാച്ച് ആവുന്നത്. അതുകൊണ്ട് വാട്ടർ എന്താണ് സോൾവെന്റ് ആണെന്ന് നമുക്ക് പറയാം. പ്രശ്നമില്ലല്ലോ. അത്രയാണ് അവിടുത്തെ ഒരു പോയിന്റ് വരുന്നത്. ശ്രദ്ധിക്കുക. അടുത്തത് നമുക്ക് വരുന്നതാണ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്. അടുത്തൊരു ഹെഡിങ് കൊടുക്കുക ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്. അതായത് സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും കമ്പോണൻസ് മാറുന്നതിനനുസരിച്ച് പലതരത്തിലുള്ള സൊല്യൂഷൻസ് പോസിബിൾ ആണ്. ഇപ്പൊ പൊതുവിൽ സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡില് എന്താണ് പഞ്ചസാര വെള്ളം അല്ലെങ്കിൽ ഉപ്പ് വെള്ളം. ഇപ്പൊ വെള്ളമാണെന്ന് ഒരു കൺസെപ്റ്റ് ആണ് അല്ലെ. അതായത് ലാർജർ ക്വാണ്ടിറ്റി എപ്പോഴും എന്തായിരിക്കും വാട്ടർ ആയിരിക്കും അല്ലെങ്കിൽ ലിക്വിഡ് ആയിരിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. പക്ഷെ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. പലതരത്തിലുള്ള സൊല്യൂഷൻസ് വരാം. അപ്പൊ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്. തൊട്ട് താഴെ മാർക്ക് ചെയ്യുക ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്. ടൈപ്സ് ഓഫ് സൊല്യൂഷൻസില് നമുക്ക് പല രീതിയിൽ എന്താണ് സ്റ്റേറ്റുകൾ ഫിസിക്കൽ സ്റ്റേറ്റുകൾ വരാം. അപ്പൊ അതൊന്നും എഴുതിക്കുക, അത് അത്ര നിർബന്ധമൊന്നുമില്ല, എന്നാലും നമ്മളത് എഴുതി പോകുന്നത് മാത്രം. സൊല്യൂട്ട്, സോൾവെന്റ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സാമ്പിൾസ്. ഓക്കെ, അതായത് സൊല്യൂട്ട് എന്താവാം? സൊല്യൂട്ട് ഗ്യാസ് ആവാം. സോൾവെന്റും എന്താവാം? ഗ്യാസ് ആവാം. കേട്ടോ, അതായത് സ്മോളർ ക്വാണ്ടിറ്റിയും ഗ്യാസ് ആവാം, ലാർജർ ക്വാണ്ടിറ്റിയും എന്താവാം? ഗ്യാസ് ആവാം. അങ്ങനെയാണ് പറയുന്നത്. സ്മോളർ ക്വാണ്ടിറ്റിയും ലാർജർ ക്വാണ്ടിറ്റിയും എന്താവാം? ഗ്യാസ് ആവാം. ഇപ്പൊ ഉദാഹരണത്തിന് എയർ എന്ന് പറയുമ്പോൾ എന്താ നമുക്കറിയാം, നമ്മൾ ശ്വസിക്കുന്ന എയറിൽ 73-74% എന്താണ് നൈട്രജൻ ആണ്. ബാക്കിയുള്ളത് എന്താണ് ഓക്സിജനും കാർബൺ മോണോക്സൈഡ് ഒക്കെ ഉണ്ട്. അപ്പൊ ലാർജർ ക്വാണ്ടിറ്റി അവിടെ ആരാ? നൈട്രജൻ ആണ് അല്ലെ. സ്മോളർ ക്വാണ്ടിറ്റീസ് ആയിട്ട് കുറെ സാധനങ്ങളുണ്ട് അല്ലെ. പക്ഷെ അപ്പൊ അവിടെ എന്താ പ്രത്യേകത? കുറവുള്ളതും കൂടുതലുള്ളതും ഏത് സ്റ്റേറ്റിൽ തന്നെയാണ്? ഗേഷ്യസ് സ്റ്റേറ്റിൽ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? എയർ ഒന്ന് മാർക്ക് ചെയ്ത് പോവാം. ഗ്യാസ് എയർ. അടുത്തത് സോൾവെന്റ് ലിക്വിഡ് ആവാം.
സൊല്യൂട്ട് എന്താവാം? ഗ്യാസ് ആവാം. സൊല്യൂട്ട് ഗ്യാസ് ആവാം. സോൾവെന്റ് എന്താവാം? സോളിഡ് ആവാം. അല്ലെ, ഇങ്ങനെയൊക്കെ സാധ്യതകളുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ ഉദാഹരണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഗ്യാസ് ലിക്വിഡിൽ ലയിപ്പിക്കുന്നു. നമ്മൾ എവിടെയാണ് ചെയ്യാറ്? സോഡ അല്ലെ, സോഡ വാട്ടറിൽ നമ്മൾ ചെയ്യുന്നതാണ് അല്ലെ. സോഡ വാട്ടറിൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് അല്ലെ, ഹൈ പ്രഷറിൽ സീൽ ചെയ്യണം എന്നൊക്കെ നമ്മൾ ഇക്വിലിബ്രിയത്തിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഒരു വാതകം നമ്മൾ എവിടെ ലയിപ്പിക്കുകയാണ്? വാട്ടറിൽ ലയിപ്പിക്കുകയാണ്. അപ്പൊ അവിടെ കുറവുള്ള ക്വാണ്ടിറ്റി ഏത് സ്റ്റേറ്റാ? ഗേഷ്യസ് സ്റ്റേറ്റും കൂടുതലുള്ള ക്വാണ്ടിറ്റി ഏത് സ്റ്റേറ്റ് ആണ്? ലിക്വിഡ് സ്റ്റേറ്റും ആണ്. അപ്പൊ അവിടെ ജസ്റ്റ് എന്ത് മാർക്ക് ചെയ്യാം? ഗ്യാസ് ഇൻ ലിക്വിഡ് അല്ലെ, ഗ്യാസ് ഇൻ ലിക്വിഡ് സോഡ വാട്ടർ എന്ന് മാർക്ക് ചെയ്ത്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ, CO2 ഇൻ വാട്ടർ, അതാവാം. ഇനി ഗ്യാസ് എവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് ആവാം? ഗ്യാസ് സോളിഡ്സിൽ വരാം. ഹൈഡ്രജൻ ഇൻ പലേഡിയം എന്താണ്? ഗ്യാസ് എവിടെ വരുന്നു? സോളിഡിൽ വരുന്നു. നമ്മൾ കഴിഞ്ഞ വർഷം ഇക്വേഷൻസ് ഹൈഡ്രജനേഷൻ ഒക്കെ നമ്മൾ പഠിക്കും പറഞ്ഞിട്ടില്ലേ? ഹൈഡ്രജൻ, നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം. ഓക്കെ, അപ്പൊ ഗ്യാസ് ആണുള്ളത്. ഗ്യാസ് എവിടെയാണ്? ഒരു സോളിഡ് സർഫസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലയിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അങ്ങനെ ഉദാഹരണം വരുന്നത്. ഇനി അടുത്ത കേസാണ് നിങ്ങൾ പറഞ്ഞോളൂ. അപ്പൊ ഗ്യാസ് ലിക്വിഡ്, ഗ്യാസ് സോളിഡ്. അടുത്ത എന്താണ്? ലിക്വിഡ് അല്ലെ, ലിക്വിഡ് സോളിഡ്. പിന്നെന്താണ്? ലിക്വിഡ് എവിടെ വരും? ലിക്വിഡിൽ വരും. നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന നമ്മുടെ മൈൻഡിലുള്ള ഒരു സൊല്യൂഷൻസ് അല്ലെ. പിന്നെ ലിക്വിഡ് എവിടെ വരും? ഗ്യാസിൽ വരും. ലിക്വിഡ് എവിടെ വരും? ഗ്യാസിൽ വരും അല്ലെ. ബാക്കി ഇനി ഏത് കേസ് കൂടിയാണുള്ളത്? ഇനി സോളിഡ് എവിടെ വന്നേക്കാം? സോളിഡിൽ വന്നേക്കാം. അതുപോലെ സോളിഡ് എവിടെ വന്നേക്കാം? സോളിഡ് ലിക്വിഡ് എഴുതിയിട്ടില്ലല്ലോ നമ്മള്. ഇല്ല, സോളിഡ് ലിക്വിഡിൽ വന്നേക്കാം. ഓക്കെ, സോളിഡിൽ വന്നേക്കാം, സോളിഡ് ലിക്വിഡിൽ വന്നേക്കാം, പിന്നെ സോളിഡ് ഗ്യാസിൽ വന്നേക്കാം. സോളിഡ് എവിടെ വരാം? ഗ്യാസിൽ വന്നേക്കാം. ജസ്റ്റ് അത് എഴുതിയിട്ടോ മതി, എക്സാമ്പിൾസ് ഒന്നും പഠിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഗ്യാസ് എഴുതി. പിന്നെ ഏതാണ്? ഗ്യാസ് ലിക്വിഡ് എഴുതിയോ? ഗ്യാസ് ലിക്വിഡ് എഴുതി. പിന്നെ ഗ്യാസ് സോളിഡ് എഴുതി. ലിക്വിഡ് സോളിഡ് എഴുതിയോ? ലിക്വിഡ് സോളിഡ് എഴുതിയിട്ടുണ്ട് അല്ലേ. ലിക്വിഡ് സോളിഡ്, പിന്നെ ലിക്വിഡ് ഗ്യാസ് എഴുതി. പിന്നെ സോളിഡ്, പിന്നെ എന്താണ്? സോളിഡ് ലിക്വിഡ്, പിന്നെ എന്താണ്? സോളിഡ് ഗ്യാസ്. ഓക്കെ, എക്സാമ്പിൾസ് അവിടെ കിടന്നോട്ടെ, പിന്നീട് എഴുതാം, കുഴപ്പമില്ല. അപ്പൊ പലതരത്തിലുള്ള സൊല്യൂഷൻസ് അപ്പൊ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. എന്താ മൈൻഡിൽ ഉണ്ടാവേണ്ടത്? നമുക്ക് എന്തിന് സാധ്യതയുണ്ട്? നമ്മുടെ ഉപ്പ് വെള്ളം പോലെ അല്ലെങ്കിൽ പഞ്ചസാര വെള്ളം പോലെ മാത്രമുള്ള സൊല്യൂഷൻസ് ആണോ? അല്ല. എങ്ങനെ പല രീതിയിൽ എന്ത് വരാം. ഈ എയർ ഇവിടെ നിൽക്കുന്നത് ഏതിൽ ഉൾപ്പെടുത്താം? നമുക്ക് സൊല്യൂഷൻസിൽ ഉൾപ്പെടുത്താം. ഈ എയർ ഇവിടെ നിൽക്കുന്നത് എന്താണ്? സൊല്യൂഷൻസിൽ ഉൾപ്പെടുത്താം. നോ പ്രോബ്ലം. ക്ലിയർ? പിടികിട്ടിയോ? അപ്പൊ അങ്ങനെയാണ് എന്ത് ആ ഒരു ലിസ്റ്റ് വരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ മൈൻഡിൽ നിന്ന് ആദ്യം എടുത്ത് കളയുക. എന്താ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സോളിഡ് ലിക്വിഡിൽ ലയിക്കുന്ന കാര്യം മാത്രമല്ല. ഓക്കെ, പലതരത്തിലുള്ള കേസുകൾ എന്താ നമുക്ക് അതിൽ വരുന്നുണ്ട്. പല ടൈപ്സ് ഓഫ് സൊല്യൂഷൻസും അവിടെ എന്താണ് പോസിബിൾ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ക്ലിയർ? ഇനി ശ്രദ്ധിക്കുക, എല്ലാ സൊല്യൂഷൻസും ഒരുപോലെയാണോ? അല്ല. എല്ലാ സൊല്യൂഷൻസും ഒരുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കാം. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാര കൊണ്ടുവരാൻ പറഞ്ഞു മാഷിനോട്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക? എല്ലാ സ്ഥലത്തും നിങ്ങൾ എല്ലാവരും കൊണ്ടുവരുന്ന പഞ്ചസാര വെള്ളം ഒരുപോലെ ആയിരിക്കും? ഒരുപോലെ ആയിരിക്കില്ല അല്ലെ. ഞാനത് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കുമ്പോൾ ഉണ്ടാവുന്ന മധുരം, ആ മധുരം എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. മധുരം എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ശരിയല്ലേ? ആ മധുരം ഡിഫറെന്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ് ആ മധുരം ഡിഫറെന്റ് ആയിട്ട് വരുന്നത്? നിങ്ങൾ ഗ്ലാസ്സിലിടുന്ന പഞ്ചസാരയുടെ അളവ് എന്തായിട്ടുണ്ടാവും? മാറിയിട്ടുണ്ടാവും. നിങ്ങൾ ഗ്ലാസ്സിലിടുന്ന എന്താണ്? പഞ്ചസാരയുടെ അളവ് വ്യത്യസ്തമായിരിക്കും. ശരിയല്ലേ? അപ്പൊ ചില ആൾക്കാർ കൂടുതൽ പഞ്ചസാര ഇടും, ചില ആൾക്കാർ എന്താ കുറവ് പഞ്ചസാര ഇടും. അങ്ങനെയാണ് അത് വരുന്നത്. അപ്പൊ അവിടെയാണ് നമുക്ക് സൊല്യൂഷൻസിന്റെ എന്ത് നിശ്ചയിക്കാനുള്ളത്? കോൺസെൻട്രേഷൻ നിശ്ചയിക്കാനുള്ളത്. എന്താണ്? കോൺസെൻട്രേഷൻ. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, എല്ലാവരുടെ അടുത്തും പറയാണ്, കറക്റ്റ് ഒരു ഗ്ലാസ് വെള്ളം, കൃത്യമായിട്ടുള്ള അളവ് പറയാണ്. കറക്റ്റ് ഒരു ഗ്ലാസ് വെള്ളത്തില് 1 സ്പൂൺ എന്താണ്? പഞ്ചസാര. കറക്റ്റ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ എന്താണ്? 1 സ്പൂൺ പഞ്ചസാര എന്ന് നമ്മൾ പറയുകയാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നു. അപ്പൊ എല്ലാത്തിന്റെയും മധുരം എന്തായിരിക്കും? അപ്പൊ എല്ലാത്തിന്റെയും മധുരം സെയിം ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ എല്ലാത്തിന്റെയും മധുരം എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം എന്തുകൊണ്ടാ? ഞാൻ അവിടെ കൃത്യമായി സോൾവെന്റിന്റെ അളവും അതുപോലെ തന്നെ കൃത്യമായി സൊല്യൂട്ടിന്റെ അളവും എന്ത് ചെയ്തു? സ്പെസിഫൈ ചെയ്തു പറഞ്ഞു
അല്ലെ? ഇപ്പൊ നമ്മള് കുക്കറി ഷോയിലൊക്കെ കാണുമ്പോൾ പറയില്ലേ, അവര് കൃത്യമായിട്ട് അളവ് പറയുണ്ടാവും അല്ലെ, ഇത്ര ലിറ്റർ വെള്ളത്തിലേക്ക് ഇത്ര ലിറ്റർ മുളക് പൊടിക്ക് എന്നൊക്കെ പറയും. അപ്പൊ അതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ്, അതുപോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഭക്ഷണം അവര് പറയുന്ന രീതിയിൽ വരും. അപ്പൊ ആ എരിവും പുളിയൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും അല്ലെ? അപ്പൊ അവിടെയാണ് സൊല്യൂഷൻസിന്റെ എന്തിനെ കുറിച്ച് വിശദീകരിക്കുന്നത്, നമ്മള് കോൺസെൻട്രേഷനെ കുറിച്ച് വിശദീകരിക്കുന്നത്. ഓക്കെ, അപ്പൊ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു സ്പെസിഫൈഡ് എമൗണ്ട് സോൾവെന്റില് ലയിച്ചിട്ടുള്ള സൊല്യൂട്ടിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഈ പറയുന്ന കോൺസെൻട്രേഷൻ. എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ഡിസോൾവ്ഡ് ഇൻ എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെന്റ്. എന്താണ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ഡിസോൾവ്ഡ് ഇൻ എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെന്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, കോൺസെൻട്രേഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, കോൺസെൻട്രേഷൻ. ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് കോൺസെൻട്രേഷൻ? ഇറ്റ് ഈസ് ദ amount of solute that is dissolved in a specified amount of solvent. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഒരു നിശ്ചിത സോൾവെന്റിൽ ലയിച്ചിട്ടുള്ള എന്തിന്റെ അളവ്, സൊല്യൂട്ടിന്റെ അളവ്. അതിനെയാണ് നമ്മൾ ആ സൊല്യൂഷന്റെ എന്തെന്ന് പറയുന്നത്, കോൺസെൻട്രേഷൻ. ഇപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തില് ഒരു സ്പൂണ് പഞ്ചസാര ഇടാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ അതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. എന്താ, 2 ഗ്ലാസ് വെള്ളത്തില് 2 സ്പൂണ് പഞ്ചസാര ഇടാം. അപ്പൊ ഒരാൾ 1 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ പഞ്ചസാര ഇട്ടു, അടുത്ത ആള് 2 ഗ്ലാസ് വെള്ളത്തിൽ 2 സ്പൂൺ പഞ്ചസാര ഇട്ടു. രണ്ടിന്റെയും മധുരം എന്തായിരിക്കും, പറയൂ? രണ്ടിന്റെയും മധുരം സെയിം ആയിരിക്കില്ലേ? കോൺസെൻട്രേഷൻ സെയിം അല്ലേ? കാരണം എന്താ, 1 ഗ്ലാസ് വെള്ളത്തിൽ എത്രയാ, 1 ഗ്ലാസ് പഞ്ചസാര. 1 ഗ്ലാസ് വെള്ളത്തിൽ എത്രയാ, 1 ഗ്ലാസ് പഞ്ചസാര എന്നുള്ള കണക്കാണ് അവിടെ ഫോളോ ചെയ്യുന്നത് അല്ലെ? അത് 100 ഗ്ലാസ്സിൽ 100 സ്പൂൺ ഇട്ടാലും ആ മധുരം എന്തായിരിക്കും? 100 ഗ്ലാസ്സിൽ 100 സ്പൂൺ ഇട്ടാലും മധുരം എന്തായിരിക്കും? സെയിം മധുരമായിരിക്കും. കറക്റ്റ് അല്ലേ പറഞ്ഞു? അപ്പൊ അതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഒന്നുകൂടെ പറഞ്ഞ് ഇവിടുന്ന് തന്നെ പഠിച്ചു പോക്കോ. എന്താ കോൺസെൻട്രേഷൻ? ഇറ്റ് ഈസ് ദ amount of solute that is dissolved in a specified amount of a solvent. അപ്പൊ ഒന്ന് എഴുതുക, കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. എന്താണ് കോൺസെൻട്രേഷൻ? കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് അല്ലെങ്കിൽ ഡിസോൾവ്ഡ് ഇൻ എ amount of solute dissolved in a specified amount of solvent. Amount of solute dissolved in a specified amount of solvent. Amount of solute dissolved in a specified amount of solvent present in a given amount of solvent. Given amount of solvent. Given amount of solvent. ഫസ്റ്റ് ഇയർ പഠിച്ച ബേസിക് ഡെഫിനിഷൻസ് തന്നെയാണ് എന്ത് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. നോക്കാം, ശ്രദ്ധിക്കുക. അടുത്ത ഹെഡിങ് കൊടുക്കുക, മെത്തേഡ്സ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻസ്. മെത്തേഡ്സ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻസ്. കോൺസെൻട്രേഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള മെത്തേഡുകൾ. മെത്തേഡ്സ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻ. മെത്തേഡ്സ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻ. Methods to express concentrations. ഏതൊക്കെ രീതിയിൽ നമുക്ക് കോൺസെൻട്രേഷൻസ് എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ് മെത്തേഡ്സ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻസ്. ശ്രദ്ധിക്കുക, ഇപ്പോ എക്സ്പ്രസ് കോൺസെൻട്രേഷൻ, മെത്തേഡ്സ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻ. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്ക് കോൺസെൻട്രേഷൻസ് എക്സ്പ്രസ് ചെയ്യാം? കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ളതല്ലേ? ഏതൊക്കെയാണ് കോൺസെൻട്രേഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള മാർഗങ്ങൾ? മാസ് പെർസെന്റേജ്, വോളിയം പെർസെന്റേജ്, മാസ് ബൈ വോളിയം പെർസെന്റേജ്, മൊളാരിറ്റി, പിന്നെ ഒരെണ്ണം ഉണ്ട്, ഏതാ? മോൾ ഫ്രാക്ഷൻ. ഏതാണ്? മോൾ ഫ്രാക്ഷൻ. ശരിയല്ലേ? അപ്പൊ അത് ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. അതേ സംഗതികൾ തന്നെയാണ് എന്ത് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ അതിൽ ആദ്യം അതിപ്പോ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ നമുക്കുള്ള ഒരു മാർഗ്ഗമാണ് എന്ത്? ഈ സ്പൂണിന്റെ കണക്ക് പറഞ്ഞല്ലേ, 1 ഗ്ലാസ് വെള്ളത്തില് ഇത്ര സ്പൂൺ പഞ്ചസാര. പക്ഷെ അത് ഒരു കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡാണോ? അല്ല. അത് കറക്റ്റ് ആയിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല അല്ലെ? 1 സ്പൂൺ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പൊടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതൊരു സയന്റിഫിക് ആയിട്ടുള്ള രീതിയല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസിലേക്ക് പോകുന്നത്. അതിലാദ്യം എന്താണ് നമുക്ക് പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള മെത്തേഡാണ് എന്ത്? മാസ് പെർസെന്റേജ്. മാർക്ക് ചെയ്യോ? എന്താണ് മാസ് പെർസെന്റേജ്? എന്താണ് മാസ് പെർസെന്റേജ്? മാസ് പെർസെന്റേജ്, പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്ക്, ഇത്ര പെർസെന്റേജ് മാർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ എന്താ? 88% മാർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ എന്താ? 100-ൽ എത്ര ശതമാനം? 100-ലാണ് ആ മാർക്ക് പറയുന്നത്. അതായത് പരീക്ഷ നടത്തുന്നത് 60-ലായിരിക്കും. പക്ഷെ 88% മാർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 100-ൽ പരീക്ഷ നടത്തിയിരുന്നെങ്കിൽ എനിക്ക് എത്ര കിട്ടിയാനെ? 88 അല്ലെങ്കിൽ 85 കിട്ടിയാനെ അല്ലെ? അതിനെയാണ് എന്ന് പറയുന്നത് മാസ് പെർസെന്റേജ് അല്ലെങ്കിൽ മാർക്ക് പെർസെന്റേജ്. അല്ലാതെ മാർക്ക് മാസ് പെർസെന്റേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മാസ് പെർസെന്റേജ് എന്ന് പറയുമ്പോൾ
വളരെ സിമ്പിൾ ആണ്. അതായത് 100 ഗ്രാം അളവിൽ എത്ര സൊല്യൂട്ട് ഉണ്ട്, എന്താണ് 100 ഗ്രാമിൽ എത്ര സൊല്യൂട്ട് ഉണ്ട് എന്നുള്ള തന്നെയാണ് നമ്മൾ എന്ന് പറയുന്നത് മാസ് പെർസെന്റേജ് എന്ന് പറയുന്നത്. അപ്പൊ മാസ് ഓഫ് സൊല്യൂട്ട് എന്താണ്, മാസ് ഓഫ് സൊല്യൂട്ട് ഇൻ 100 ഗ്രാം ഓഫ് സൊല്യൂഷൻ. അത്രയുള്ള സമയം എന്താണ് മാസ് ഓഫ് സൊല്യൂട്ട് ഇൻ 100 ഗ്രാം ഓഫ് സൊല്യൂഷൻ. അപ്പൊ 100 ഗ്രാം സൊല്യൂഷനില്, അപ്പൊ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെ പെട്ടു, സോൾവെന്റും പെട്ടു സൊല്യൂട്ടും പെട്ടു കേട്ടോ. 100 ഗ്രാം സൊല്യൂഷൻ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ഗ്രാം എന്തുണ്ട്, സൊല്യൂട്ടിന്റെ മാസ് ഉണ്ട്. അതിന്റെ അളവിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മാസ് പെർസെന്റേജ് എന്ന്. അപ്പൊ ഞാൻ പറയണത് 20% മാസ് ബൈ മാസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു. 20% ബൈ മാസ് ഷുഗർ സൊല്യൂഷൻ, 20% ബൈ മാസ് ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? ഇതിന്റെ മീനിങ് നിങ്ങൾ ആ സൊല്യൂഷൻ 100 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതില് പറ അതിലെന്താ 20 ഗ്രാം ആരായിരിക്കും, ഷുഗർ ആയിരിക്കും. 20 ഗ്രാം ആരായിരിക്കും, ഷുഗർ ആയിരിക്കും. 100ൽ എത്ര സൊല്യൂട്ട്, എന്താണ് 100ൽ എത്ര സൊല്യൂട്ട് എന്നുള്ളതിനെയാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഈ മാസ് പെർസെന്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഡെഫിനിഷൻ എന്താണ്? ഡെഫിനിഷൻ സിമ്പിൾ ആണ് അല്ലെ, മാസ് ഓഫ് സൊല്യൂട്ട് ഇൻ 100 ഗ്രാം ഓഫ് സൊല്യൂഷൻ. അപ്പൊ എങ്ങനെ കാണാം നമുക്ക്? അതായത് എങ്ങനെയാ നമ്മള് ഇപ്പൊ 20 ഗ്രാം പഞ്ചസാര, 80 ഗ്രാം എന്താണ് വാട്ടർ, ഇത് രണ്ടും നമ്മൾ മിക്സ് ചെയ്തു. അപ്പൊ എങ്ങനെയാണ് പെർസെന്റേജ് കാണുക? പെർസെന്റേജ് എങ്ങനെയാ, മാർക്കിന്റെ പെർസെന്റേജ് എങ്ങനെയാ കാണാം നമ്മള്? നമുക്ക് കിട്ടിയ മാർക്ക് ബൈ കിട്ടിയ മാർക്ക് ബൈ ആകെ മാർക്ക് ഇൻറ്റു എത്ര, ഇൻറ്റു 100. അപ്പൊ ഇവിടെ ഏത് കമ്പോണന്റിന്റെ മാസ് പെർസെന്റേജ് ആണോ കാണേണ്ടത്, അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ, ആ കമ്പോണന്റിന്റെ മാസ് ബൈ എന്ത് മാസാ, ടോട്ടൽ മാസ് ഇൻറ്റു എത്രയാ, 100. അപ്പൊ മാസ് പെർസെന്റേജ് എങ്ങനെ കാണാം? മാസ് പെർസെന്റേജിന്റെ ഇക്വേഷൻ മാസ് പെർസെന്റേജ് ഓഫ് എ കോമ്പോണന്റ് അല്ലെ, മാസ് പെർസെന്റേജ് ഓഫ് എ കോമ്പോണന്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് കാണാം, മാസ് ഓഫ് എ കോമ്പോണന്റ് അല്ലെ, അത് സൊല്യൂട്ട് ആവാം സോൾവെന്റ് ആവാട്ടോ, മാസ് ഓഫ് എ കോമ്പോണന്റ് ഡിവൈഡഡ് ബൈ എന്താണ് ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ, ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു എന്താ, ഇൻറ്റു 100. മാസ് ഓഫ് എ കോമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന മാസ് പെർസെന്റേജ് കിട്ടും. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഇനി നമുക്കൊന്ന് ഇക്വേഷൻസ് ഒന്ന് മാറ്റിയിടാം. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ, നമ്മുടെ സോൾവെന്റ് ആണ്. ഇനി ഈ പാഠത്തിൽ മുഴുവനും എ റെപ്രസെന്റ് ചെയ്യുന്ന ആരെയാണ്, സോൾവെന്റിനെയാണ്. ബി റെപ്രസെന്റ് ചെയ്യുന്ന ആരെയാണ്, സൊല്യൂട്ടിനെയാണ് കേട്ടോ. എ റെപ്രസെന്റ് ചെയ്യുന്ന ആരെയാണ്, സോൾവെന്റ്. ബി റെപ്രസെന്റ് ചെയ്യുന്ന ആരെയാണ്, സൊല്യൂട്ട്. എതിർപ്പില്ലല്ലോ, എയും ബിയും. അപ്പൊ മാസ് ഓഫ് കമ്പോണന്റ് എന്ന് പറയുമ്പോ ഇപ്പൊ നമുക്ക് മാസ് പെർസെന്റേജ് ഓഫ് സൊല്യൂട്ട് ആണ് വേണ്ടതെന്ന് കരുതുക, മാസ് പെർസെന്റേജ് ഓഫ് സൊല്യൂട്ട് ആണ് വേണ്ടതെന്ന് കരുതുക. അപ്പൊ എന്താ വരിക, സൊല്യൂട്ടിന്റെ മാസ് പെർസെന്റേജ് എന്ന് പറയുമ്പോ സൊല്യൂട്ടിന്റെ വെയിറ്റ് എത്രയാ, WB. എതിർപ്പുണ്ടോ? മാസ് ഓഫ് കമ്പോണന്റ് മാസ് ഓഫ് സൊല്യൂട്ട് ആണ്, അപ്പൊ മുകളിൽ ഉപയോഗിക്കേണ്ടത് സൊല്യൂട്ടിന്റെ സിമ്പിൾ എന്താ, B. അപ്പൊ എന്താ, WB ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ. അപ്പൊ എന്താ വരിക, WA പ്ലസ് WB മൊത്തം ചെയ്തിട്ട് ഇൻറ്റു എന്ത് ചെയ്യണം, ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ WA എന്ന് പറഞ്ഞാൽ എന്താണ്, സോൾവെന്റിന്റെ മാസ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്, സൊല്യൂട്ടിന്റെ മാസ്. അത്രയും. അപ്പൊ മാസ് പെർസെന്റേജ് ഈക്വൽ ടു എന്താണ്, മാസ് ഓഫ് സൊല്യൂട്ട് ഇൻ 100 ഗ്രാം ഓഫ് സൊല്യൂഷൻ, മാസ് ഓഫ് സൊല്യൂട്ട് ഇൻ 100 ഗ്രാം ഓഫ് സൊല്യൂഷൻ. അതുപോലെ തന്നെ അടുത്ത കൺസെപ്റ്റ് ആണ് എന്ത്, വോളിയം പെർസെന്റേജ്. എന്താണ്, വോളിയം പെർസെന്റേജ്. ഓക്കെ, അപ്പൊ ഇതേ കൺസെപ്റ്റ് തന്നെ, ഒരു വ്യത്യാസവും ഇല്ല, സെയിം കൺസെപ്റ്റ്. എന്താണ്, സെയിം കൺസെപ്റ്റ്, ഒരു വ്യത്യാസവും ഇല്ല. എന്താ വ്യത്യാസം, മാസ് എന്നുള്ളതിന് പകരം എന്താ, വോളിയാണെന്ന് മാത്രം. മറ്റേത് 100ൽ എത്ര, 100 ഗ്രാമിൽ എത്ര എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് അല്ലെ. ഇവിടെ 100 ഗ്രാമിന് പകരം എന്താ, മില്ലി വരും. അതായത് 100 ml സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ടാവും. ഈ ഡെഫിനിഷനിൽ നമ്മൾ മാസ് ഓഫ് സൊല്യൂട്ട് എന്നാണ് എഴുതിയാണ് അല്ലെ. പക്ഷെ സൊല്യൂട്ടിന് മാത്രമാണ് മാസ് പെർസെന്റേജ് ഉള്ള, അല്ല സോൾവെന്റ് ഇത് പറയാം, മാസ് പെർസെന്റേജ് പറയാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല നമ്മള്. അതായത് 20% ബൈ മാസ് ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ബാക്കി 80% അതിൽ മാസ് പെർസെന്റേജ് ആരുടെയാ, വാട്ടർ ആണ്. ബാക്കി 80% മാസ് പെർസെന്റേജ് ആരുടെ, വാട്ടറിന്റെയാണ്. 20% ഷുഗർ എന്ന് പറഞ്ഞാൽ ബാക്കി 80% ആരാ, വെള്ളമായിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ അടുത്ത എന്താ, വോളിയം പെർസെന്റേജ്. വോളിയത്തിന്റെ ഡെഫിനിഷൻ അപ്പൊ എങ്ങനെ എഴുതാം, വോളിയം ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ കോമ്പണന്റ് എഴുതിക്കും, നന്നായിരിക്കും.
വോളിയം ഓഫ് കോമ്പണന്റ് എവിടെയാണ്? ഇൻ 100 ml ഓഫ് സൊല്യൂഷൻ. ഇൻ 100 ml ഓഫ് സൊല്യൂഷൻ. കുഴപ്പമില്ലല്ലോ. വോളിയം ഓഫ് കോമ്പണന്റ് ഇൻ 100 ml ഓഫ് സൊല്യൂഷൻ. ഓക്കെ. അപ്പൊ വോളിയം പെർസെന്റേജ് എങ്ങനെ കാണാം? വോളിയം പെർസെന്റേജ് ഓഫ് എ കോമ്പണന്റ്, വോളിയം പെർസെന്റേജ് ഓഫ് എ കോമ്പണന്റ് ഇസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വരിക? എന്താ ഇക്വേഷൻ വരിക? വോളിയം ഓഫ് ദ, പറയൂ, വോളിയം ഓഫ് ദ കോമ്പണന്റ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു എത്രയാ? 100. വോളിയം ഓഫ് ദ കോമ്പണന്റ് ഇസ് ഈക്വൽ ടു എന്താണ്? വോളിയം ഓഫ് കോമ്പണന്റ്, വോളിയം ഓഫ് കോമ്പണന്റ് ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഈ മാസ് പെർസെന്റേജിനും വോളിയം പെർസെന്റേജിനൊക്കെ യൂണിറ്റ് ഉണ്ടാവോ? യൂണിറ്റ് ഉണ്ടാവില്ല കേട്ടോ. കാരണം മുകളിലും താഴെയൊക്കെ എന്താണ്? നോ യൂണിറ്റ്സ്. ഇതിലും എന്തില്ല? യൂണിറ്റ്സ് ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് യൂണിറ്റ് ഇല്ലാത്ത? മുകളിലും താഴെയൊക്കെ എന്താ വരണേ? മാസ് അല്ല വരുന്നത്. മറ്റേലാണെങ്കിൽ മുകളിലും താഴെ എന്താ വരുന്നത്? വോളിയാണ് വരുന്നത് അല്ലെ? അപ്പൊ മുകളിലും താഴെയും സെയിം സാധനങ്ങൾ വരുന്നതുകൊണ്ട് അവിടെ എന്തില്ല? യൂണിറ്റ് ഉണ്ടാവില്ല. ഓക്കെ, നോ യൂണിറ്റ്സ് രണ്ട് കേസിന്. അപ്പൊ വോളിയം പെർസെന്റേജ് അപ്പൊ ശ്രദ്ധിക്കുമ്പോ ഞാൻ പറയുകയാണ് 20% ബൈ വോളിയം ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു. ഇതിന്റെ അർത്ഥം എന്താ? ആ സൊല്യൂഷൻ നമ്മൾ എത്ര ml എടുക്കുക? ആ സൊല്യൂഷൻ നമ്മൾ എത്ര ml എടുക്കുക? ഉറക്കെ പറഞ്ഞേ. ഈ സൊല്യൂഷൻ എത്ര ml എടുക്കുക? 100 ml എടുക്കുക. അപ്പൊ അതില് 20 ml വോളിയം ആരായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യണേ? പറയടാ. ഷുഗർ ആയിരിക്കും എന്ത് ചെയ്യുക? കോൺട്രിബ്യൂട്ട് ചെയ്യുക. മൊത്തം നമ്മൾ 100 ml എടുത്തു കഴിഞ്ഞാൽ അതിൽ 20 ml ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക? ഷുഗർ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് മാത്രം. അപ്പൊ മാസിന് പകരം ജസ്റ്റ് എന്ത് വരുന്നു അവിടെ? ജസ്റ്റ് എന്ത് വരുന്നു? പറയടാ. വോളിയം വരുന്നു അല്ലെ? അപ്പൊ ഇങ്ങനെ. അപ്പൊ ഞാൻ നിങ്ങളുടെ പറയാണ് 20% ഷുഗർ സൊല്യൂഷൻ കൊണ്ടുവരാൻ പറഞ്ഞ എല്ലാത്തിന്റെയും അതിൽ ഒരുപോലെ ഇരിക്കില്ലേ? നിങ്ങൾക്ക് എങ്ങനെ വേണം എടുക്കാം? സ്പൂണൊക്കെ നോക്കണോ? വേണ്ട. മൊത്തം നിങ്ങൾ കൊണ്ടുവരുന്ന വെള്ളത്തിൽ 20 ഗ്രാം എന്തുണ്ടാവണം? ഷുഗർ ഉണ്ടാവണം. അപ്പൊ നിങ്ങള് 100 കൊണ്ടുവരുന്നെങ്കിൽ കേട്ടോ, 100 ഗ്രാം കൊണ്ട്, അപ്പൊ 200 കൊണ്ടുവരികയാണെങ്കിലോ എത്ര ഗ്രാം ഷുഗർ ഉണ്ടാവണം? 40 ഗ്രാം ഷുഗർ ഉണ്ടാവണം അല്ലെ? 300 കൊണ്ടുവരികയാണെങ്കിലോ 60 ഗ്രാം ഷുഗർ ഉണ്ടാവണം. അതാണ് അതിന്റെ കൺസെപ്റ്റ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ അത്രയുള്ള അതിന്റെ സംഗതി എന്ന് പറയുന്നത്. അതേ കൺസെപ്റ്റ് തന്നെ ഏതിലും? വോളിയം പെർസെന്റേജിലും. അടുത്ത എഴുതാം. അടുത്തത് ppm, പാർട്സ് പെർ മില്യൺ ബ്രാക്കറ്റില് ppm. അടുത്ത മെത്തേഡാണ് പാർട്സ് പെർ മില്യൺ ബ്രാക്കറ്റില് ppm. മാസ് പെർസെന്റേജ്, വോളിയം പെർസെന്റേജ് കഴിഞ്ഞാൽ വരുന്നതാണ് ppm, പാർട്സ് പെർ മില്യൺ. അപ്പൊ എന്താണ് പാർട്സ് പെർ മില്യൺ എന്നുള്ളത് പരിശോധിക്കാം. പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ എന്താണ് ppm എന്ന് പറയും? അതായത് ഭയങ്കര എന്താണ് കുറവാണെന്ന് കരുതാം. എന്ത്? കോൺസെൻട്രേഷൻ ഭയങ്കര കുറവാണ്. പാർട്സ് പെർ മില്യൺ ബ്രാക്കറ്റിൽ എന്താ? ppm. കോൺസെൻട്രേഷൻ വളരെ കുറവുള്ള കേസുകളിൽ നമ്മള് 100ൽ എത്ര എന്നല്ല ചോദിക്കണേ, പകരം എത്രയല്ല 1 മില്യണിൽ എത്ര. അതായത് വളരെ കുറവായിരിക്കും. 100 ഗ്രാമിൽ ചിലപ്പോ 0.0000001 ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ 100 ഗ്രാമിൽ അത്രയും കുറവായിരിക്കും. അപ്പൊ നമ്മളത് ആ വാല്യൂ ഒന്നുകൂടെ വലുതാവാൻ വേണ്ടിയിട്ട് നമ്മളത് എത്രയല്ല ചോദിക്കണേ? മില്യൺ. മില്യൺ എന്ന് വെച്ചാൽ എത്രയാ? 10⁻⁶ ആണ്. 10 ലക്ഷം. കുഴപ്പമില്ലല്ലോ. അപ്പൊ ആ സൊല്യൂഷൻ നമ്മൾ 10 ലക്ഷം ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ഗ്രാം ഈ കമ്പോണന്റ് ഉണ്ടാവും? ചിലപ്പോൾ 1 ഗ്രാം ആയിരിക്കും. അപ്പൊ 1 ppm, അതായത് 1 പാർട്സ് പെർ മില്യൺ. എന്താണ് വരിക? 1 പാർട്സ് പെർ മില്യൺ. അപ്പൊ 100ൽ എത്ര എന്നതിന് പകരം എന്തായി? പറഞ്ഞേ. 100ൽ എത്ര എന്നതിന് പകരം എന്തായി? എത്രയിൽ എത്ര? മില്യണിൽ എത്ര? അത്രയേ ഉള്ളൂ. അപ്പൊ ഒന്ന് എഴുതുക. ppm, it is the number of parts by mass. It is the number of parts. It is the number of parts by mass. Number of parts by mass. Number of parts by mass. Number of parts by mass എവിടെയാണ്? In 1 million. Number of parts by mass in 1 million parts. എന്താണ്? 1 million parts. അപ്പൊ അതിന്റെ ഇക്വേഷൻ എഴുതാം. ppm ഈക്വൽ ടു ppm ഓഫ് സൊല്യൂട്ട് ഈക്വൽ ടു ppm ഓഫ് സൊല്യൂട്ട് എന്താണ് വരിക? നമുക്ക് നമ്പർ ഓഫ് പാർട്സ്, അല്ലെങ്കിൽ വെയിറ്റ് വെച്ച് എഴുതണമെങ്കിൽ വെയിറ്റ് വെച്ച് എഴുതാം അല്ലെ? പഴയ തന്നെ എഴുതാം. മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ. ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു എത്രയാ? അതാണ് ചോദ്യം. ഇൻറ്റു എത്രയാ? മില്യൺ. മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാ? 10⁻⁶.
6. അപ്പോ into 10 raised to 6. That's all. അപ്പൊ എന്താണ് ppm of solute equal to mass of solute divided by total mass of solution into എത്രയാ 10 raised to 6. അപ്പൊ അതാണ് എന്ത് വരുന്നത് നമുക്ക് ppm അല്ലെങ്കിൽ parts per million. ഇത് എപ്പോഴും ഉപയോഗിക്കുക ചിലപ്പോ ചില കമ്പോണൻസിന്റെ അളവ് വളരെയധികം എന്തായിരിക്കും കുറവായിരിക്കും. ഇപ്പൊ 100 ഗ്രാമിന് ചിലപ്പോ മാഷ് പറഞ്ഞു 0.0006 കഴിഞ്ഞിട്ട് 0.1 ആയിരിക്കും. അത്രയായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിന് പകരം എന്ത് പറഞ്ഞാൽ മതി 1 മില്യണിലൊക്കെ എത്ര ഉണ്ടാവും? ഒരെണ്ണം ഉണ്ടാവും. അപ്പൊ ആ സൊല്യൂഷൻ 1 മില്യൺ ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതില് 1 ഗ്രാമേ എന്തുണ്ടാവുള്ളൂ? ആ കമ്പോണന്റ് ഉണ്ടാവുള്ളൂ. വളരെ കുറവുള്ള കോൺസെൻട്രേഷൻസ് എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ ppm എന്ന് പറയുന്ന സംഗതി ഉപയോഗിക്കുന്നത്. അത്രയേ ഉള്ളൂ. അടുത്ത ഹെഡിങ് കൊടുക്കുക മൊളാരിറ്റി. മൊളാരിറ്റി ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ധാരാളം പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. മൊളാരിറ്റി ബ്രാക്കറ്റിലെ ക്യാപിറ്റൽ എം. കയ്യോടെ അതിന്റെ സിമ്പിള് ക്യാപിറ്റൽ എം ആണ്. യൂണിറ്റ് എന്താ? യൂണിറ്റ് മോൾ പെർ ലിറ്റർ ഓർ ക്യാപിറ്റൽ എം. ക്യാപിറ്റൽ എമ്മിനെ നമ്മൾ എങ്ങനെ റീഡ് ചെയ്യേണ്ടത്? മോളാർ. ക്യാപിറ്റൽ എമ്മിനെ എങ്ങനെ റീഡ് ചെയ്യണ്ടേ? മോളാർ എന്ന് പറഞ്ഞിട്ട് വേണം റീഡ് ചെയ്യാൻ കേട്ടോ. ക്യാപിറ്റൽ എമ്മിനെ റീഡ് ചെയ്യേണ്ടത് എങ്ങനെയാ? മോളാർ. മൊളാരിറ്റി ക്യാപിറ്റൽ എം, യൂണിറ്റ് വരുന്നത് മോൾ പെർ ലിറ്റർ അല്ലെങ്കിൽ ക്യാപിറ്റൽ എം. എന്നെ റീഡ് ചെയ്യേണ്ടത് എങ്ങനെയാ? മോളാർ. മോളാർ എന്ന് വേണം റീഡ് ചെയ്യാൻ. വളരെ സിമ്പിൾ ആണ്. നമ്പർ ഓഫ് മോൾസ് ആക്കി മാറ്റാണ് അല്ലെ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് that dissolved in 1 liter of ആരാണ്? 1 liter of solution. ഇത്രയുള്ള സംഗതി. അതായത് 1 ലിറ്റർ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? 1 ലിറ്റർ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ നമ്പർ ഓഫ് മോൾസ്. കഴിഞ്ഞ പഠിച്ചിട്ടുള്ളതല്ലേ? പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? 1 ലിറ്റർ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ എന്താണ്? നമ്പർ ഓഫ് മോൾസ്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മൊളാരിറ്റി. ക്യാപിറ്റൽ എം ആണ് അതിന്റെ സിമ്പിൾ മോളാർ. ഇപ്പൊ ഞാൻ പറയാണ് 4 ക്യാപിറ്റൽ എം ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു. എന്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞേ? എന്തിന്റെ അർത്ഥം? ഈ ഷുഗർ സൊല്യൂഷൻ ഞാൻ എത്ര ലിറ്റർ എടുക്കുകയാണ്? ഉറക്കെ പറയടാ. 1 ലിറ്റർ എടുക്കുക. അപ്പൊ അതിൽ എത്ര മോൾ ഷുഗർ ഉണ്ടാവും? ഉറക്കെ പറ. 4 മോൾ ഷുഗർ ഉണ്ടാവും. അത്രേ ഉള്ളൂ അതിന്റെ അർത്ഥം. 1 ലിറ്റർ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ സൊല്യൂഷൻ ആണ് എടുക്കണേ കേട്ടോ. എന്താ എടുക്കണേ? സൊല്യൂഷൻ. നമുക്കറിയാം മൊളാലിറ്റിയിലെ ആരാ? സോൾവെന്റാ. കഴിഞ്ഞ വർഷം പഠിച്ചാണ് ഇതൊക്കെ. ആക്കോട്ടെ. അപ്പോ 4 ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 1 ലിറ്റർ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര മോളാ? പറയേ. 4 മോൾ ആരുണ്ടാവും? ഷുഗർ ഉണ്ടാവും. അതിനെയാണ് എന്ത്? മൊളാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഡെഫിനിഷൻ ഒന്ന് റീഡ് ചെയ്തേ. എന്താ മൊളാരിറ്റിയുടെ ഡെഫിനിഷൻ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. 1 ലിറ്റർ സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ എന്ത്? മാസാണോ? വോളിയാണോ? അല്ല. ഇവിടേക്ക് ഇപ്പൊ എന്തായി കാര്യങ്ങള്? ഏതിലേക്ക് വന്നു? നമ്പർ ഓഫ് മോൾസിലേക്ക് വന്നു. എന്തിലേക്ക് വന്നു? നമ്പർ ഓഫ് മോൾസിലേക്ക് വന്നു കാര്യങ്ങൾ. ശരിയല്ലേ? നമ്പർ ഓഫ് മോൾസിലേക്ക് വന്നു. ശ്രദ്ധിക്കണം. അപ്പോ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ഡിസോൾവ്ഡ് ഇൻ എന്താണ്? 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ അല്ലെ, അല്ലെങ്കിൽ പെർ ലിറ്റർ എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം മൊളാരിറ്റിയുടെ ഇക്വേഷൻ? മൊളാരിറ്റി കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ? അപ്പൊ ക്യാപിറ്റൽ എം ആണ്. മൊളാരിറ്റി കിട്ടാനായിട്ട് എന്താ ചെയ്യണ്ടേ? മൊത്തം എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടോ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ആരാണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഓൾ ഡിവൈഡഡ് ബൈ ആരാ? പറഞ്ഞേ. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ 8 മോള് ഷുഗർ എടുത്തു. 2 ലിറ്റർ ഷുഗർ സൊല്യൂഷനായി, ഷുഗർ വാട്ടറായി. എത്രയാ മൊളാരിറ്റി? 8 മോള് ഷുഗർ എത്ര ലിറ്ററിലാ? 2 ലിറ്ററില്. അപ്പൊ ഇതിന്റെ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? 1 ലിറ്ററിൽ എത്ര പറഞ്ഞോ? എങ്ങനെയാ 4ലേക്ക് എത്ര? നിങ്ങള് 8/2. 8 എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണോ? 2 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 2 ലിറ്റർ എന്തായിരുന്നു? സൊല്യൂഷന്റെ പുറത്ത് പറയടാ. സൊല്യൂഷന്റെ എന്താ? ടോട്ടൽ പുറത്ത് പറഞ്ഞേ. സൈനബ ഇതില്ല. സൽമ പറഞ്ഞേ. ടോട്ടൽ എന്താ? ടോട്ടൽ വോളിയം അല്ലേ? അപ്പൊ എന്താ ഇക്വേഷൻ വരിക? 8 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ്, 2 എന്ന് പറയുന്നത് വോളിയം. അപ്പൊ എന്താ? ടോട്ടൽ വോളിയം ഓഫ് ആരാണ്? ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ. കണ്ടീഷൻ ഉണ്ട്. ഇൻ എന്തിലായിരിക്കണം? ഇൻ ലിറ്ററിലായിരിക്കണം കേട്ടോ.
എന്തിലായിരിക്കണം? ഇൻ ലിറ്ററിലായിരിക്കണം. അത് നിർബന്ധമാണ് കേട്ടോ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അതിന് ഡയറക്റ്റ് ഇക്വേഷനോട് നമുക്ക് പഠിക്കാനുണ്ട്. അതോടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. ഇതാ ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. WB കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു വോളിയം ഇൻ മില്ലിലിറ്റർ. WB ഇൻറ്റു 1000 അല്ലെ. WB ഇൻറ്റു 1000 ഓൾ ഡിവൈഡഡ് ബൈ MB ഇൻറ്റു വോളിയം ഇൻ എന്താണ്? മില്ലിലിറ്റർ. വോളിയം ഇൻ മില്ലിലിറ്റർ. കുഴപ്പമില്ലല്ലോ. അതെന്താ WB? WB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് അല്ലെങ്കിൽ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. WB എന്താണ്? മാസ് ഓഫ് സൊല്യൂട്ട്. പിന്നെ എന്താണ്? MB എന്താണ്? MB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യുലാർ മാസ് ഓഫ് സൊല്യൂട്ട്. MB എന്ന് പറഞ്ഞാൽ എന്താ? മോളിക്യുലാർ മാസ് ഓഫ് സൊല്യൂട്ട്. പിന്നെ V എന്തായിരിക്കും? V ഇൻ മില്ലിലിറ്റർ ആണ് അല്ലെ. വോളിയം ഓഫ് സൊല്യൂഷൻ. വോളിയം ഓഫ് സൊല്യൂഷൻ. V എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സൊല്യൂഷൻ. പിന്നെ 1000 ആണ് അവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. അപ്പൊ WB, MB അതുപോലെ എന്താണ്? വോളിയം ഇൻ മില്ലിലിറ്റർ. ശ്രദ്ധിക്കണം മക്കളെ, അടിയിൽ മുകളിൽ എന്ത് കാണാണ്ട്? 1000 കാണാണ്ട് അല്ലെ. മുകളിൽ എന്ത് കാണാണ്ട്? 1000. ഈ 1000 നിങ്ങൾ മുകളിൽ ഉപയോഗിക്കണമെങ്കിൽ വോളിയം എന്തെങ്കിലും ഉപയോഗിക്കാൻ പാടുള്ളൂ? മില്ലി ലിറ്ററിൽ തന്നെ ഉപയോഗിക്കണം. അടിയിൽ വോളിയം ലിറ്ററിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ വോളിയം മുകളിൽ എന്തിടരുത്? 1000 നമ്മൾ ഉപയോഗിക്കരുത്. കുഴപ്പമില്ലല്ലോ, അത് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് പഠിക്കണം. നാളെ പഠിച്ചിട്ട് വരണം. വോളിയം ഇൻ മില്ലിലിറ്റർ. WB ഇൻറ്റു 1000 ഓൾ ഡിവൈഡ് ബൈ MB ഇൻറ്റു വോളിയം ഇൻ മില്ലിലിറ്റർ. ഓക്കെ. മൊളാരിറ്റി ക്യാപിറ്റൽ M ആണ് നമ്മുടെ ഫോർമുല വരുന്നത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഓൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. കുഴപ്പമില്ലല്ലോ, ക്ലിയർ അല്ലേ? ഒന്നുകൂടെ ചോദിക്കട്ടെ. അപ്പൊ ക്യാപിറ്റൽ 5M ആണ്. 5 ക്യാപിറ്റൽ M ആണ് എന്ത്? മൊളാരിറ്റി എന്ന് പറഞ്ഞു. എന്താ ഇതിന്റെ അർത്ഥം? ആ സൊല്യൂഷൻ പറയ. ആ സൊല്യൂഷൻ എത്ര ലിറ്റർ എടുക്കുക? 1 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിന് എത്ര സൊല്യൂട്ട് ഉണ്ടാവും? 5 മോൾ സൊല്യൂട്ട് ഉണ്ടാവും. അതിന് എത്ര മോൾ സൊല്യൂട്ട് ഉണ്ടാവും? 5 മോൾ സൊല്യൂട്ട് ഉണ്ടാവും. അത്രയേ ഉള്ളൂ, വേറെ സംഭവിക്കൊന്നുമില്ല. ഈസി അല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ. ഇക്വേഷൻ നാളെ വരുമ്പോ പഠിച്ചിട്ട് വരാം. മൊളാരിറ്റിയുടെ ഇക്വേഷൻ ഒന്ന് വായിച്ച. എന്താ ഇക്വേഷൻ വരുന്നത്? WB ഇൻറ്റു 1000 ഓൾ ഡിവൈഡഡ് ബൈ ആരാ? MB ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റർ. ഈസി അല്ലേ? അപ്പൊ മൊളാരിറ്റി കഴിഞ്ഞു. ഇനി മൊളാരിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മൊളാരിറ്റി വോളിയം ആണ് അല്ലെ. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് എന്ത് മാറും? വോളിയം മാറും. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് എന്ത് മാറും? വോളിയം മാറും. മാറില്ലേ? മാറും. അപ്പൊ സ്വാഭാവികമായിട്ടും ആര് മാറും? എന്തിന്റെ വാല്യൂ മാറും? ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച്. കഴിഞ്ഞ വർഷം പെയിൻ എക്സാമിന് വന്നിരുന്നത് അത് ഇല്ല, മോഡലിനോ ഓർമ്മ വന്നിട്ടില്ല അല്ലെ. അപ്പൊ അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. എന്താ മൊളാരിറ്റിയുടെ പ്രത്യേകത? വെൻ ടെമ്പറേച്ചർ ചേഞ്ചസ് എന്ത് ചേഞ്ചസ് ആണ് പറയടാ? എന്ത് മാറും? മൊളാരിറ്റി ചേഞ്ചസ്. വെൻ ടെമ്പറേച്ചർ ചേഞ്ചസ് മൊളാരിറ്റി ചേഞ്ചസ്. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് എന്തില് മാറ്റം കാണിക്കും? മൊളാരിറ്റിയില് മാറ്റം കാണിക്കും. വെൻ ടെമ്പറേച്ചർ ചേഞ്ചസ് മൊളാരിറ്റി ചേഞ്ചസ്. ഓക്കെ. വെൻ ടെമ്പറേച്ചർ ചേഞ്ചസ് മൊളാരിറ്റി ചേഞ്ചസ്. അപ്പൊ ആ ഒരു കമ്പോണന്റും നമ്മുടെ കഴിഞ്ഞു. അതിന്റെ പണി കഴിഞ്ഞില്ലേ? ഇനി നെക്സ്റ്റ് കമ്പോണന്റ് ആണ്. അപ്പൊ ലാസ്റ്റ് സെക്ഷൻ ആണ്. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലംസിലേക്ക് കിടക്കാം. അടുത്ത എഴുതാം. മൊളാലിറ്റി. LITY. മൊളാലിറ്റി. മൊളാലിറ്റി കഴിഞ്ഞു. അടുത്ത പേരാണ് ഏത്? മൊളാലിറ്റി. LITY ട്ടാ. മൊളാലിറ്റി. അതിന്റെ യൂണിറ്റ്, മറ്റേ യൂണിറ്റ് എന്താ വന്നേ? മോൾ പെർ ലിറ്റർ. കാരണം എന്താ? നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ആയിരുന്നു അല്ലെ. നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ആയിരുന്നു. ഇവിടെ മോൾ പെർ കിലോഗ്രാം ആണ് വരിക. കാരണം എന്താ? ഇവിടെ ഓർമ്മയില്ലേ? മൊളാലിറ്റി യൂണിറ്റ് എഴുതാ. മോൾ പെർ കിലോഗ്രാം. യൂണിറ്റ് എന്താ വരിക? മോൾ പെർ കിലോഗ്രാം ഓർ സ്മോൾ ലെറ്റർ. അതിന്റെ റീഡ് ചെയ്യുമ്പോൾ എങ്ങനെയാ? സ്മോൾ ലെറ്റർ എങ്ങനെ? മോളാൽ. എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്? മോളാൽ എന്ന് പറഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ റീഡ് ചെയ്യാനായിട്ട്. മോൾ പെർ കിലോഗ്രാം ഓർ സ്മോൾ ലെറ്റർ മോളാൽ എന്ന് പറഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ? റീഡ് ചെയ്യാൻ. മോളാൽ. അവിടെ ശ്രദ്ധിക്കുക, എന്താണ് കൺസെപ്റ്റ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 kilogram ഓഫ് ആരാണ്? സോൾവെന്റ്. 1 kilogram ഓഫ് സോൾവെന്റ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 kilogram ഓഫ് സോൾവെന്റ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മൊളാലിറ്റി എന്ന് പറയുന്നത്. മൊളാലിറ്റി. അപ്പൊ മൊളാലിറ്റിയുടെ കണ്ടീഷൻ എന്താണ്?
1 കിലോഗ്രാം എന്തിലാ? സോൾവെന്റില്. 1 കിലോഗ്രാം എന്തിലാ? സോൾവെന്റിലാണ് അല്ലെ. 1 കിലോഗ്രാം സോൾവെന്റില് ഡിസോൾവ് ചെയ്യുന്ന നമ്പർ ഓഫ് മോൾസിനെയാണ് എന്ന് പറയുന്നത് മൊളാലിറ്റി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, ഒരു വാക്ക് ആഡ് ചെയ്തോ, ഡിസോൾവ്ഡ് എന്ന് ആഡ് ചെയ്തോ, ഡിസോൾവ്ഡ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ്, അതിനാണ് എന്ന് പറയുന്നത് മൊളാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ ഇവിടെ. അതായത് ഞാൻ നിങ്ങളുടെ പറഞ്ഞു 5 സ്മോൾ ലെറ്റർ എം മൊളാലിറ്റി ഉള്ള ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എത്ര ലിറ്റർ വെള്ളം എടുക്കണം? ലിറ്റർ അല്ല, എത്ര കിലോ വെള്ളം എടുക്കണം? എത്ര കിലോ വെള്ളം എടുക്കണം പറഞ്ഞേ? 1 കിലോ വെള്ളം എടുക്കണം. അതിൽ എത്ര മോൾ ഷുഗർ ആഡ് ചെയ്യുക? 5 മോൾ ഷുഗർ ആഡ് ചെയ്യുക. എത്ര മോൾ ഷുഗർ ആഡ് ചെയ്യുക? 5 മോൾ ഷുഗർ ആഡ് ചെയ്യുക. അപ്പൊ 1 കിലോ വെള്ളത്തില് നമ്മൾ എന്ത് ആഡ് ചെയ്തു? 5 മോള് ഷുഗർ ആഡ് ചെയ്തു. അപ്പൊ അതിന്റെ മൊളാലിറ്റി എത്രയാ? 5 സ്മോൾ ലെറ്റർ എം. 5 എന്താ? സ്മോൾ ലെറ്റർ എം ആണ് നമുക്ക് അവിടെ വരും. 5 സ്മോൾ ലെറ്റർ എം. അത്രയേ ഉള്ളൂ എന്റെ സംഗതി. അപ്പൊ നമുക്ക് മൊളാലിറ്റിയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? മൊളാലിറ്റി ബ്രാക്കറ്റില് സ്മോൾ ലെറ്റർ എം ഇസ് ഈക്വൽ ടു എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് പറഞ്ഞേ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ആരാ? സൊല്യൂട്ട്. അടിയിൽ വോളിയാണോ മാസാണോ വെയിറ്റ് ആണോ വരിക? അല്ലെ മാസാണോ വരിക? മാസ് അല്ലെ. ആരുടെ മാസാ? സോൾവെന്റിന്റെയാ സൊല്യൂട്ടിന്റെയാ സൊല്യൂഷന്റെയാ? സോൾവെന്റിന്റെ അല്ലെ. മാസ് ഓഫ് സോൾവെന്റ് ഇൻ എന്താ? കിലോഗ്രാം. മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഒന്ന് റെഡിയാക്കാം നമുക്ക് നേരത്തെ പോലെ. അതിന്റെ ഇക്വേഷൻ വരുന്നത് WB into 1000 all divided by MB into MA. MA എന്താ? MA അല്ല, WA. WA എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? WA. A4 എപ്പോഴും എന്താ? സോൾവെന്റ് അല്ലേ. A എപ്പോഴും എന്താ? സോൾവെന്റ്. അപ്പൊ WA എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വെയിറ്റ് ഓഫ് സോൾവെന്റ്. വെയിറ്റ് ഓഫ് സോൾവെന്റ് എന്തിനാ മാർക്ക് ചെയ്യണ്ടേ? ഗ്രാമിന്. വെയിറ്റ് ഓഫ് സോൾവെന്റ് എന്തിനാ മാർക്ക് ചെയ്യണ്ടേ? ഗ്രാമിന് വേണം മാർക്ക് ചെയ്യാൻ. അപ്പോഴാണ് മുകളിൽ എന്ത് വരിക? 1000 വരിക. അപ്പോഴാണ് മുകളിൽ എന്ത് വരിക? 1000 വരിക. അല്ലെങ്കിൽ മുകളിൽ 1000 ഉണ്ടാവില്ല കേട്ടോ. കാൽക്കുലേറ്റർ കൊണ്ടുവന്നിട്ടാ. കാൽക്കുലേറ്റർ കൊണ്ടുവരാം. അപ്പൊ WB into 1000 all divided by MB into WA in gram. കുഴപ്പമില്ലല്ലോ. അത്രയാണ് എന്ത് വരുന്നത്? മൊളാലിറ്റി. മൊളാലിറ്റി. അപ്പൊ ഇതിൽ നോക്കൂ, നിങ്ങൾ ഇക്വേഷൻസിൽ നോക്കൂ, ഒക്കെ വെയിറ്റ് ആണ് അല്ലെ. ടെമ്പറേച്ചർ മാറാനനുസരിച്ച് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ടെമ്പറേച്ചർ മാറാൻ വ്യത്യാസം വരാനില്ല അല്ലെ. ടെമ്പറേച്ചർ മാറാനനുസരിച്ച് എന്തെങ്കിലും വ്യത്യാസം വരാൻ ടേമുകളൊന്നും ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ അതിന്റെ അർത്ഥം ടെമ്പറേച്ചർ മാറാനനുസരിച്ച് എന്തെങ്കിലും മാറ്റം വരില്ല, മൊളാലിറ്റിയില് മാറ്റം വരില്ല. എന്ന് എഴുതിയിരിക്കുക. Molality does not change with the temperature. Molality does not change with the temperature. അപ്പൊ എന്താണ് മൊളാലിറ്റി? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 കിലോഗ്രാം ഓഫ് ആരാണ്? സോൾവെന്റ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ്. മൊളാലിറ്റി സ്മോൾ ലെറ്റർ എം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഇക്വേഷൻ വരുന്നത് WB into 1000 all divided by MB into WA in gram. ബുദ്ധിമുട്ടുണ്ടോ? ഈസി അല്ലേ? ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. എന്ത്? മൊളാലിറ്റി. ടെമ്പറേച്ചറിനനുസരിച്ച് മാറുമോ? ടെമ്പറേച്ചറിനനുസരിച്ച് യാതൊരു മാറ്റവും ഇതിൽ സംഭവിക്കില്ല, മൊളാലിറ്റിയിൽ സംഭവിക്കില്ല. അടുത്ത നോക്കാം. അടുത്താണ് എന്ത്? മോൾ ഫ്രാക്ഷൻ. അടുത്താണ് എന്ത്? മോൾ ഫ്രാക്ഷൻ. കൈയാണ് അതിന്റെ സിമ്പിൾ. അതിന് യൂണിറ്റ് ഒന്നും ഇല്ല കേട്ടോ. മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ അതായത് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. മോൾ ഫ്രാക്ഷൻ അതായത് 2 കമ്പോണന്റുകൾ ഉണ്ട്. എ എന്ന് പറഞ്ഞ കമ്പോണന്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ കമ്പോണന്റ് ഉണ്ട്. എത്ര കമ്പോണന്റ്സ്? 2 കമ്പോണന്റ്സ് ആണ് ഇത്. എ എന്ന് പറഞ്ഞ കമ്പോണന്റ് 4 മോള്, ബി എന്ന് പറഞ്ഞ കമ്പോണന്റ് 6 മോള്. കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മോൾ ഫ്രാക്ഷൻ ഓഫ് എ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? മോൾ ഫ്രാക്ഷൻ ഓഫ് എ കാണണമെങ്കിൽ എയുടെ നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. എന്താണ്? എയുടെ നമ്പർ ഓഫ് മോൾസിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പൊ എയുടെ നമ്പർ ഓഫ് മോൾസ് എത്രയാ? പറയടാ. എയുടെ നമ്പർ ഓഫ് മോൾസ് എത്രയാ? 4. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയാ? 2 കൂടെ ആഡ് ചെയ്യുക. 4 + 6 ടോട്ടൽ എത്രയാ? 10. ഇനിയിപ്പോ അടുത്ത ബിയുടെ നമ്പർ ഓഫ് മോൾ ഫ്രാക്ഷൻ കാണണമെങ്കിലോ? ബിയുടെ മോൾ ഫ്രാക്ഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 6/10. അതായത് ഏത് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആണോ കാണണ്ടേ, ആ കമ്പോണന്റിന്റെ നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക.
അപ്പൊ എന്താ മോൾ ഫ്രാക്ഷൻ? മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ കമ്പോണന്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എവരി കമ്പോണന്റ്. അല്ലേ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കമ്പോണന്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണന്റ്. വല്ല ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ അത് എങ്ങനെ എഴുതാം? ശ്രദ്ധിച്ച് ഡെഫിനിഷൻ മാഷ് പറഞ്ഞുതരാം. ഇപ്പൊ ബി എന്ന് പറയുന്ന ടേമിന്റെ മോൾ ഫ്രാക്ഷൻ കാണണം. എങ്ങനെ കാണാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് പറയേ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആരാ? പി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ എയും ബി ആണുള്ളത്. അപ്പൊ എന്താ? എൻ എ പ്ലസ് എൻ ബി. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് എ കാണണം. അപ്പൊ എന്താ ചെയ്യേണ്ടി വരിക? പറഞ്ഞേ. എൻ എ ബൈ എൻ എ പ്ലസ് എൻ ബി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വളരെ ഈസി അല്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടി എത്ര കിട്ടുക? രണ്ടും കൂടെ കൂട്ടി നോക്കിയേ. കൈ എയും കൈ ബിയും മാഷ ആഡ് ചെയ്തു. കൈ എ എന്ന് പറഞ്ഞാൽ എൻ എ ബൈ എൻ എ പ്ലസ് എൻ ബി. ഒക്കെ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? എല്ലാം നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് പാഠത്തിൽ ഇതല്ലേ പഠിക്കാനുള്ളത്? ഇത് രണ്ടും ആഡ് ചെയ്തെടുത്ത് അപ്പൊ എന്താ വരിക? എൻ എ പ്ലസ് എൻ ബി ബൈ പറയേ എൻ എ പ്ലസ് എൻ ബി ഈക്വൽ എത്രയാ? 1. അതായത് എല്ലാ കമ്പോണന്റുകളുടെയും മോൾ ഫ്രാക്ഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1 കിട്ടും. എല്ലാ കമ്പോണന്റുകളിലെയും മോൾ ഫ്രാക്ഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1. നമ്പർ ഓഫ് മോൾസ് കാണുമല്ലോ ഇക്വേഷൻ അറിയില്ലേ? എങ്ങനെയാ നമ്പർ ഓഫ് മോൾസ് കാണുക? ഗിവൺ വെയിറ്റ് ബൈ മോളാർ മാസ്. ഗിവൺ വെയിറ്റ് ബൈ എന്നെ എന്ത് കിട്ടണ്ടേ? നേരത്തെ നമ്മള് ഇതൊക്കെ എങ്ങനെ ചെയ്തു പോയത്? ഈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ് എന്ത്? ഗിവൺ വെയിറ്റ് ബൈ സൊല്യൂട്ടിന്റെ ഗിവൺ വെയിറ്റ് ബൈ പറയേ മോളാർ മാസ് ആണ് ഈ ചെയ്യണേ. ആണോ? നമ്പർ ഓഫ് മോൾസ് കാണുന്ന ഇക്വേഷൻ എന്താ? വെയിറ്റിനെ മോളാർ മാസ് കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അതൊക്കെ സെറ്റ് ആയിണ്ടാ? കഴിഞ്ഞോട്ടാ. ഇനി അതെന്നെ പറഞ്ഞേക്കാൻ സമയമില്ല. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കയറി പോണം. അപ്പൊ ഇത് എൻ ബിക്ക് പകരം എന്ത് കൊടുക്കാം? എൻ ബിക്ക് പകരം എന്ത് കൊടുക്കാം? ഡബ്ല്യു ബി ബൈ പറയേ ഡബ്ല്യു ബി ബൈ പറയാറില്ലേ? ഡബ്ല്യു ബി ബൈ എന്താ വരിക? എം എം ബി. എൻ എക്ക് പകരം എന്താ വരിക? എന്നേക്ക് പകരം എന്താ വരിക? പറയും ഡബ്ല്യു എ ബൈ എം എ. അതിനെ അത് അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതണ്ട ഇല്ലാന്ന് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. നമ്പർ ഓഫ് മോൾസ് കാണാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്പർ ഓഫ് മോൾസ് കാണാൻ എന്താ ചെയ്യണ്ടേ? ഗിവൺ വെയിറ്റിനെ പറയേ ഗിവൺ വെയിറ്റിനെ മോളാർ മാസ് കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഗിവൺ വെയിറ്റിനെ എന്തോട്ട് ഡിവൈഡ് ചെയ്യുക? മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത്രയുള്ള വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഓക്കെ. അപ്പൊ ഇതാണ് മോൾ ഫ്രാക്ഷൻ. അപ്പൊ ഡെഫിനിഷൻ ആക്കണ്ട. അപ്പൊ എങ്ങനെ ഡെഫിനിഷൻ ആക്കാം? മോൾ ഫ്രാക്ഷൻ ഇസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ കമ്പോണന്റ് ടു ദ ടോട്ടൽ പറയേ എന്താ പറയാത്ത? നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണന്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണന്റ്. നമ്പർ ഓഫ് മോൾസ് ഒരു കമ്പോണന്റിന്റെ ടു ആരാണ്? കുഴപ്പമില്ലല്ലോ. മാർക്ക് ചെയ്തപ്പോ മോൾ ഫ്രാക്ഷൻ ഇത് എഴുതിയെടുത്തോ? അത് ഇക്വേഷൻ എഴുതിയിട്ടണ്ട? ഇല്ല, ഒന്നും എഴുതിയില്ല. അപ്പൊ ഞാൻ പറയണ്ടല്ലോ മോൾ ഫ്രാക്ഷൻ ഡെഫിനിഷൻ തന്നെ എഴുതി കഴിഞ്ഞിട്ട് ഭാഷ പറയും. വേഗാവട്ടെ. എന്താ കിട്ടണില്ലേ? ഫസ്റ്റ് ഭാഗം എന്താ? മോൾ ഫ്രാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ കമ്പോണന്റ് to the total number of moles of components. To the total number of moles of all components. To the total number of moles of all components. അപ്പോൾ അത് കഴിഞ്ഞു അല്ലെ? എന്നിട്ട് ഈ ഇക്വേഷൻസ് മാർക്ക് ചെയ്യാം കേട്ടോ. പിന്നെ സ്റ്റേറ്റ്മെന്റ് കൂടെ എഴുതണം. എല്ലാ കമ്പോണന്റുകളുടെയും മോൾ ഫ്രാക്ഷൻസ് ആഡ് ചെയ്താൽ എത്ര കിട്ടും? 1. സ്റ്റേറ്റ്മെന്റ് എഴുതണം കേട്ടോ. ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ കമ്പോണന്റ്സ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ കമ്പോണന്റ്സ് ഇൻ എ സൊല്യൂഷൻ ഈസ് യൂണിറ്റി. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ കമ്പോണന്റ്സ് ഇൻ എ സൊല്യൂഷൻ ഈസ് യൂണിറ്റി.
number of moles of all components in a solution is unity. Unity എന്ന് പറഞ്ഞാൽ എത്ര ഉദ്ദേശിക്കുന്നത്? 1. Number of moles of components in all solutions. Number of components of all, number of moles of all components in solution is unity. Number of moles of all components in a solution is. അപ്പോൾ മുകളിലും താഴെയും എന്താ? നമ്പർ ഓഫ് മോൾസ് അല്ലേ? മുകളിലും താഴെയും എന്താണ്? നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പൊ എന്തുണ്ടാവില്ല? യൂണിറ്റ് ഉണ്ടാവില്ല. മാർക്ക് ചെയ്യുക. നോ യൂണിറ്റ്. അപ്പൊ ഇതിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. അപ്പൊ പതുക്കെ എന്ത് ചെയ്യാം? കുറച്ച് പ്രോബ്ലങ്ങളിലേക്ക് കിടക്കാം. എഴുതാം. കാൽക്കുലേറ്റർ കൊണ്ടുവന്നോ കേട്ടോ. നാളെ വരുമ്പോ നിർബന്ധമായിട്ടും എഴുതാം. 10 gram of ethanol. 10 gram of ethanol. പ്രോബ്ലം ചെയ്യും. എടുത്തൊന്ന് വായിച്ചു നോക്കിയേ. മൊത്തത്തില് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. ജസ്റ്റ് മൊത്തത്തിൽ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യും. gram of ethanol. 10 gram of ethanol is dissolved in 50 gram of water. 50 gram of water. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒന്ന് കാൽക്കുലേറ്റ്. First question, molarity. Second question, mole fraction. Okay, our രണ്ട് കേസുകളാണ് വരുന്നത്. 10 gram of ethanol ആണ് വരുന്നത്. 10 gram of ethanol നമ്മൾ 50 gram വാട്ടറിൽ എന്ത് ചെയ്തു? മിക്സ് ചെയ്തു. Calculate the molarity, mole fraction. Calculate the molarity, mole fraction. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ? ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, എന്താ വരിക? അപ്പൊ ആദ്യം തന്നിട്ടുള്ള ഡാറ്റ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ ആരാ സൊല്യൂട്ട്, ആരാ സോൾവെന്റ്, ആര് എവിടെ ലയിച്ചു എന്നാ പറയണേ? ആരെവിടെ ലയിച്ചു? 10 gram എത്തനോള് എവിടെ ലയിച്ചു? 50 gram വാട്ടറിൽ ലയിച്ചു. അപ്പൊ ആരാ കൂടുതൽ? വാട്ടർ ആണ് കൂടുതൽ. അത് ക്ലിയർ ആയി. കുറവാരാ? എത്തനോളാണ്. കുറവുള്ളത് ക്ലിയർ ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? WP ആരുടെയാന്ന് പറഞ്ഞത്? പക്ഷെ സൊല്യൂട്ടിന്റെ സോൾവെന്റിന്റെ? സൊല്യൂട്ടിന്റെ. അപ്പൊ WB എത്ര ഗ്രാമോ? 10 gram. പിന്നെ WA എത്ര ഗ്രാമോ? 50 gram. WA എത്ര ഗ്രാമോ? 50 gram ആണോ? പിന്നെ നമുക്ക് എന്ത് വേണ്ടി വരും? എന്തായാലും MB വേണ്ടി വരില്ലേ? വേണ്ടി വരുവാടാ. MB എന്ന് പറഞ്ഞാൽ എന്താ? മോളിക്കുലാർ മാസ് ഓഫ് എത്തനോൾ. എത്തനോൾ എന്ന് പറയുന്നത് നമുക്ക് അറിയാം എന്താ വരിക? CH2OH ആണോ? അപ്പൊ MB കാണാൻ നമുക്ക് അറിഞ്ഞൂടെ? എത്ര കാർബണാ? കൂട്ടി പറയണത് ഇതിൽ ഡയറക്റ്റ് തന്നിട്ട് നമുക്കൊന്ന് കൂട്ടാൻ മാത്രം. എത്ര കാർബണാ? 2 കാർബൺ. അപ്പൊ എത്ര വന്നു കൊടുത്ത്? 1 കാർബൺ എത്രയാ? 12. അപ്പൊ 2 കാർബൺ എത്രയാ? ഒന്ന് നോട്ട് ചെയ്ത് പോയ ബുക്കില്. അപ്പൊ 24 സൈഡിൽ മാർക്ക് ചെയ്താൽ മതി. 24 വന്നു. അത് നേരിട്ട് എഴുതണം. അത് സ്റ്റെപ്പായിട്ടൊന്ന് കാണിക്കുന്നത്. 24. പിന്നെ എത്ര ഹൈഡ്രജനാ? 6 ഹൈഡ്രജൻ. അപ്പൊ എത്ര? 6 കയറി. പിന്നെ എത്ര ഓക്സിജനാ? 10. ഒരെണ്ണം. ഒരു ഓക്സിജൻ എത്രയാ? അപ്പൊ എത്ര വരിക? 24 6 30 30 16 46. അപ്പൊ MB എത്രയാ? 46. MB എത്രയാണ്? 46 അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. മൊളാരിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് അറിയാം അല്ല? മൊളാലിറ്റിയാണ് കേട്ടോ. ബോഡി അല്ല, മാസ് അല്ല, മൊളാലിറ്റി. അപ്പൊ മൊളാലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മൊളാലിറ്റിയുടെ സിമ്പിൾ എന്താ? സ്മോൾ ലെറ്റർ M ആണ്. ഇക്വേഷൻ പറഞ്ഞേ. ഡയറക്റ്റ് ഇക്വേഷൻ പറഞ്ഞോ. എന്തായിരുന്നു നോക്കിട്ട് പറഞ്ഞേ? WB into 1000 divided by ആരാ?
MB ഇൻറ്റു WA ഇൻ ഗ്രാം. ഗ്രാമിലാണെങ്കിലാണ് മുകളിൽ എന്ത് വരുള്ളൂ? 1000 വരുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ വരില്ല. അപ്പൊ പറഞ്ഞേ WB എന്താ പറയടാ? 10. അപ്പൊ 10 ഇൻറ്റു 1000 ഓൾ ഡിവൈഡ് ബൈ MB എന്താ 46. WA ഇൻ ഗ്രാം എത്രയാ? 50. ഇതാ ചെയ്ത ആൻസറാ പറഞ്ഞേ. കാൽക്കുലേറ്റർ ഉണ്ട്, ആരെങ്കിലും വരണമെങ്കിൽ അടിച്ചു നോക്കിട്ട് പറഞ്ഞേക്ക്. എത്രയാ? കിട്ടിയിട്ടാ? എത്ര പേർക്ക് കിട്ടി? കാൽക്കുലേറ്ററിലവർക്ക് കിട്ടിയാ? വെരി ഗുഡ്. അല്ലാത്തൊരു നേരിയിരിക്കും, നാളെ കൊണ്ടുവരാം കേട്ടോ. നമുക്ക് പ്രോബ്ലം ഇനി എല്ലാ ദിവസവും എന്ത് കൊണ്ടുവരിക? കാൽക്കുലേറ്റർ കൊണ്ടുവരിക കേട്ടോ. എപ്പോഴൊരു പ്രോബ്ലം കയറി വരിക നമുക്ക് അറിയില്ലല്ലോ. എപ്പോഴും എന്ത് ചെയ്യുക? കൊണ്ടുവരാം. ഓക്കെ, ഇനി ഇതിന്റെ മോൾ ഫ്രാക്ഷൻ കാണണം അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? കൈ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം കൈ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് കമ്പോണന്റിന്റെയും എന്ത് വേണം? രണ്ട് കമ്പോണന്റിന്റെ എന്ത് വേണം? നമ്പർ ഓഫ് മോൾസ് വേണം അല്ലെ? എന്റെയും വേണം, NBയും വേണം. വെള്ളത്തിന്റെ MB അല്ല സോറി MA പറഞ്ഞേ. വാട്ടറിന്റെ MA എത്രയാ പറയടാ? എന്താ അങ്ങനെ WA എന്താ വരിക? വെള്ളത്തിന്റെ H2O വെയിറ്റ് എന്താ വരിക? 18. അപ്പൊ നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. പക്ഷെ പറഞ്ഞാലും ഇവിടെ ശ്രദ്ധിക്കും, അത്ര ബുദ്ധിമുട്ടുള്ളൊന്നും അല്ല. അതായത് ആദ്യം എന്ത് കാണുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് B കാണുക. അതെങ്ങനെയാ കാണുക? WB by MB ആണോ? പിന്നെ NA കാണണം. NA എങ്ങനെയാ കാണുക? WA by MA. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് B അപ്പൊ എങ്ങനെ കാണാം? NB by NA plus NB ആണോ? അതുപോലെ കൈ എയും കാണാം. എങ്ങനെ കാണാം? NA by NA plus NB. അല്ലെങ്കിൽ ഒരെണ്ണം കണ്ടുപിടിച്ചിട്ട് എത്രയെന്ന് കുറച്ചാൽ മതി. 1 കുറച്ചാൽ മതി. കാരണം എന്തുകൊണ്ടാ? രണ്ടും കൂടെ കൂട്ടി എത്ര കിട്ടുക? 1 അല്ലേ കിട്ടുക? അത്രയേ ഉള്ളൂ. അപ്പൊ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തേ. കംപ്ലീറ്റ് വാല്യൂസ് ചെയ്ത് ആ നോട്ട് കംപ്ലീറ്റ് ചെയ്താ? മാത്സ് ആദ്യം മുതലുള്ള രണ്ടാമത്തെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്താ? വരാത്തവരൊക്കെ ഇതുവരെയുള്ളത് കംപ്ലീറ്റ് ആണോ? ക്ലാസ് കണ്ട ലേറ്റ് ആയി വന്നിട്ട് ആക്ഷനൊക്കെ ഉണ്ടോ? കംപ്ലീറ്റ് ചെയ്താ? ഓരോരോ വാല്യൂസ് ആയിട്ട് പറയും. NB എത്രയാ വന്നതെന്ന് പറ. NBയുടെ വാല്യൂ 10 പോയിന്റ് ആണോ? ചെയ്തോ പറയും. 10/46 അല്ലെ? എത്രയാ വന്നേ? 10/46 ചെയ്യുമ്പോ 0.21 സംതിങ്. പിന്നെ വാട്ടറിന്റെ എത്ര വരും? വാട്ടറിന്റെ 50/18 അത് ചെയ്യുമ്പോ എത്രയാ വന്നേ? 2.7 സംതിങ്. അപ്പൊ എത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ അപ്പൊ എങ്ങനെ കാണുക? രണ്ടും കണ്ടോ വാല്യൂസ് പറയുന്നത്? B കാണുക. B എന്ന് പറഞ്ഞാൽ ആരാ? എത്തനോൾ അല്ലേ? A എന്ന് പറഞ്ഞാൽ വാട്ടർ.
പറഞ്ഞില്ലല്ലോ വാല്യൂസ്. ബി കിട്ടിയോ? കൈ ബി കിട്ടിയോ? കൈ ബി എത്രയാ വന്നേ? കൈ ബി കിട്ടിയോ? എത്രയാ പറഞ്ഞോ? 0. അയ്യോ 0726 റൗണ്ട് ചെയ്താണോ? 0.07 വരും. വാല്യൂസ് ഒന്ന് പറഞ്ഞേക്കട്ടെ, തുറക്കുന്ന എഴുതിയെടുക്കാൻ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ഒന്ന് പറഞ്ഞേ. എൻ ബി എത്രയാ വന്നേ? എൻ ബി 0.21. മറ്റേത് 2.7. അപ്പൊ കൈ ബി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. എൻ ബിക്ക് പകരം എത്രയാ? 0.21 by 0.21 plus 2.7. മറ്റേത് 1 സബ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ 2.7 ഡിവൈഡഡ് ബൈ 0.21 പ്ലസ് 2.7 ചെയ്താലും മതി. രണ്ട് ചെയ്താലും എന്താ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടും. ചെയ്ത് നോക്കിയേ. ചെയ്യണ്ട ഇനി ആരെങ്കിലും, അല്ലെങ്കിൽ വാല്യൂസ് പകർത്തി എഴുതാം കേട്ടോ. എത്രയാ വന്നേന്ന് പറഞ്ഞേ? ഇത് ആദ്യത്തെ എത്രയാ വന്നത്? 0.0726 അല്ലേ. മറ്റേ എത്രയാ വന്നപ്പോ? മറ്റേത് കൊടുത്തിട്ടില്ലേ? വണ്ടിന്ന് കുറയ്ക്കാം. 992 ആണോ? പോയിന്റ് ഉണ്ടോ? 0.92. അപ്പൊ മോൾ ഫ്രാക്ഷൻ കാണാൻ കിട്ടി അല്ലെ. കൈയെ കണ്ടു നമ്മള്, അതുപോലെ എന്ത് കണ്ടു? കൈ പിയും കണ്ടു. അത്രയേ ഉള്ളൂ സംഭവം. അടുത്ത ചോദ്യം എഴുതുക. സമയം എന്തായി? സമയമായിട്ടില്ല. 1 മണിക്കൂർ കൂടി ഇടുന്നു അല്ലെ. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ. എഴുതാം. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ. Calculate the molarity of a solution of H2SO4. Molarity. Calculate the molarity of a solution of H2SO4. Of H2SO4 which contain 5.5 gram of acid, which contain 5.5 gram of acid in 300 ml of its solution. 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 ഇതാണ് ചോദ്യം അല്ലെ. എന്താ പറയുന്നത്? കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ ഓഫ് H2SO4 അല്ലെ, which contain 5.5 gram acid. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സൊല്യൂട്ടിന്റെ വെയിറ്റ് കിട്ടി. എത്രയാ? WP ആണോ? ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ചോദ്യം കൂടെ വായിച്ച്. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ ഓഫ് H2SO4 in its solution എന്ന് പറയണം. അപ്പൊ ആരാ സൊല്യൂട്ട്? അതിൽ സൾഫ്യൂരിക് ആസിഡ് ആണ്. ആരാ സോൾവെന്റ്? വെള്ളമാണ്. H2SO4ന്റെ സൊല്യൂഷൻ എന്നല്ലേ പറയണേ. ശ്രദ്ധിക്കട്ടാ. ഇപ്പൊ ഷുഗറിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ സൊല്യൂട്ട് ആരാ? ഷുഗർ ആണ്. അപ്പൊ H2SO4 സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് ആരാ? H2SO4. അപ്പൊ ചോദ്യം വായിച്ചേ. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ ഓഫ് H2SO4 which contain 5.5 gram of an acid. അപ്പൊ ആസിഡിന്റെ വെയിറ്റ് ആണ് എത്ര? 5.5. ആസിഡ് ആണ് ഇവിടുത്തെ ആര്? സൊല്യൂട്ട്. അപ്പൊ നമ്മുടെ WB എത്രയാ? 5.5 in 300 ml of its solution. 300 ml of its solution. സൊല്യൂഷന്റെ ആണ് പറയണത് അല്ലെ. അപ്പൊ എന്താ വരിക? എന്താ സൊല്യൂഷൻ? ml എന്ന് പറഞ്ഞ എന്താ? എന്തിന്റെ യൂണിറ്റാ? ml എന്തിന്റെ യൂണിറ്റാ? വോളിയം. സൊല്യൂഷന്റെ വോളിയം. അപ്പൊ വി എന്തിനാ തന്നേക്കണ അവര് നമുക്ക്? പറയടാ. മില്ലിലിറ്ററിലല്ലേ ആണോ? അപ്പൊ വോളിയം ഇൻ മില്ലിലിറ്റർ എത്രയാ? 300 ml. വോളിയം ഇൻ മില്ലിലിറ്റർ എത്രയാ? 300 ml. ഇനി സൾഫ്യൂരിക് ആസിഡിന്റെ MB നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. MB വേണ്ടേ? സൾഫ്യൂരിക് ആസിഡിന്റെ MB എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? H2SO4 എന്ന് പറയുമ്പോ 2 ഹൈഡ്രജൻ. അപ്പൊ എത്രയാ? 2 ആണോടാ. സൾഫർ എത്രയാ? ഒരു സൾഫറിന്റെ വെയിറ്റ് എത്രയാ? 32. 4 ഓക്സിജൻ 16 × 4 എത്രയാ? 64.
എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 98 ആണോ? ഇനി മൊളാരിറ്റി കാണാൻ നമ്മുടെ ഇക്വേഷൻ ഉണ്ട്. എന്താ മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ? മൊളാരിറ്റി ഈക്വൽ ടു WB ഇൻറ്റു എത്രയാ? 1000 ഓൾ ഡിവൈഡഡ് ബൈ MB ഇൻറ്റു വോളിയം ഇൻ എവിടെയാ? മില്ലിലിറ്റർ. അപ്പൊ WBക്ക് പകരം എന്ത് കൊടുക്കാം? 5.5 കൊടുക്കാം. ഇൻറ്റു എത്ര കൊടുക്കാം? 1000 കൊടുക്കാം. MBക്ക് പകരം എന്ത് കൊടുക്കാം? 98 കൊടുക്കാം. വോളിയം ഇൻ മില്ലിലിറ്റർ എത്രയാ? 300. വോളിയം മില്ലിലിറ്റർ എത്രയാ? 300. അത് ചെയ്ത ആൻസർ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാൽ ചെയ്തിട്ട് അപ്പൊ 5.5 into 1000 all divided by 98 into 300. കറക്റ്റ് അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? അത്രേ ഉള്ളൂ. എത്രയാ? 0.18. അത്രയും യൂണിറ്റ് എഴുതാൻ ശ്രദ്ധിക്കണം. അത്രയും എന്താ യൂണിറ്റ് എഴുതണ്ടേ? ക്യാപിറ്റൽ എം അല്ലേ? യൂണിറ്റ് എന്താ എഴുതണ്ടേ? ക്യാപിറ്റൽ എം. എന്താ ക്യാപിറ്റൽ എം എഴുതണേ? മൊളാരിറ്റി ആണ് അല്ലെ? മൊളാരിറ്റിയുടെ ക്യാപിറ്റൽ എം എങ്ങനെ റീഡ് ചെയ്യണ്ടേ? നമ്മള് മോളാർ. എങ്ങനെ റീഡ് ചെയ്യണ്ടേ? മോളാർ. ക്ലിയർ? ഇത് ഇക്വേഷൻസ് പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിരുന്നു മാത്സ് ഇല്ലേ? ഒന്ന് വായിച്ചു ചോദിക്കട്ടെ എന്നിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചോദിക്കലുണ്ടെങ്കിൽ നേരത്തെ നമ്മള് മൊളാരിറ്റിയാ ലിറ്റി ഏതാ കണ്ടേ? ലിറ്റി അല്ലേ കണ്ടേ? ലിറ്റിയാണ് കണ്ടല്ലേ? അതായത് എളുപ്പമുള്ള തന്നെ ആയിക്കോട്ടെ. ഫൈൻഡ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ. ഫൈൻഡ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ prepared by find the molarity of a solution prepared by dissolving find the molarity of a solution prepared by dissolving 50 gram 50 gram 50 gram NaOH 50 gram NaOH in 100 ml water in 100 ml water. തന്നൊന്ന് സെറ്റ് ചെയ്തേ. 50 gram NaOH in 100 ml വാട്ടർ. ചെയ്യാവുന്നേ ഉള്ളൂ, കിട്ടും. നാളെ കെമിസ്ട്രി തന്നെ കേട്ടോ. നാളെ ഒരു കാര്യം ചെയ്യുക, മറ്റേ മാത്സ് നോക്കുക, പഠിക്കുക. സംശയമുള്ള ചോദ്യങ്ങൾ നാളെ ഒന്ന് ചോദിക്കുക കേട്ടോ. നാളെ ക്ലാസ് ലാസ്റ്റ് 10 minutes മാറ്റി വയ്ക്കും. എന്നിട്ട് പരീക്ഷയ്ക്ക് പോകും. കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ അത് അറിയാതെ ചോദ്യം എടുക്കണമെങ്കിൽ പിന്നെ പരീക്ഷയ്ക്ക് പോയിട്ട് കാര്യമില്ല. പിന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ ഡാറ്റ എഴുതിയിട്ട് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. എല്ലാ ഡാറ്റും ഡയറക്റ്റ് ആണ് അല്ലേ? അതിൽ ഈസി ആയിട്ട് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ആരാ സൊല്യൂട്ട്? NaOH. ആരാ സോൾവെന്റ്? വാട്ടർ അല്ലേ? അപ്പൊ WB എത്രയാ? എത്ര ഗ്രാം NaOH പറയുന്നത്? 50 ഗ്രാം അല്ലെ? അപ്പൊ WB എത്രയാ? 50 ഗ്രാം. മാർക്ക് ചെയ്യും. WB ഈക്വൽ ടു 50 ഗ്രാം. WB ഈക്വൽ ടു 50 ഗ്രാം. ഇനി NaOHന്റെ എന്ത് വേണം? മോളാർ മാസ് വേണം അല്ലേ? മോളാർ മാസ് ഇപ്പൊ എന്താ? MB. സോഡിയം എത്രയാ? 23. ഓക്സിജൻ എത്രയാ? 16. ഹൈഡ്രജൻ എത്രയാ? 1. അപ്പൊ എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോ എത്ര കിട്ടും? 40 അല്ലേ? അടുത്തെന്താ? വോളിയം തന്നിട്ടുണ്ട് അല്ലേ? വോളിയം എത്രയാ? 100 ml.
അപ്പൊ ബി ഈക്വൽ ടു 100 ml കൊടുക്കും. ചെയ്യുന്നല്ലേ ഉള്ളൂ. എല്ലാ ഡാറ്റ ആയാലും ഉത്തരം റേറ്റ് 12.5. അത്ര ക്യാപിറ്റൽ നമ്മൾ കിട്ടിയോ? ഓട്ടോട് ചെയ്യാലോ. സൾഫ്യൂരിക് ആസിഡിന്റെ ചെയ്തോ നമ്മള്? അത് വായിച്ചു നോക്കിയേ.